ആലോചന എന്നുള്ളതാണ് നമുക്ക് മുഖ്യം. ഇവിടെ ഊണ് കഴിക്കലല്ല മുഖ്യം, ഉറങ്ങുന്നതല്ല മുഖ്യം, കടയിൽ പോണതല്ല മുഖ്യം. മുഖ്യം ഇവിടെ മനസ്സിനെ വേണ്ടതുപോലെ വിനിയോഗിച്ച് തത്വമനനം ചെയ്തുകൊണ്ടിരിക്കുക. അപ്രമത്തോ ഗഭീരാത്മാ ധൃതിമാൻ ജിതഷഡ്ഗുണ അമാനീ മാനദ കൽപ്പോ മൈത്ര കാരുണിക കവി. അപ്രമത്തോ ഗഭീരാത്മാ ധൃതിമാൻ ജിതഷഡ്ഗുണ. നിങ്ങളെല്ലാവരും ഇത് കേൾക്കുന്നുണ്ടോ? ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മുടെ ശാസ്ത്രങ്ങൾ ഇത്രയൊക്കെ നമ്മുടെ സൈക്കോളജിക്കൽ എക്സലൻസസിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ എപ്പോഴും പറയും, ദ ടൈപ്പ് ഓഫ് ക്വാളിറ്റീസ് ആൻഡ് എക്സലൻസസ് അവർ ശാസ്ത്രാസ് എംബോഡി with regard to the mind and the intelligence of the human being, they are absolutely far supreme, paramount. എന്തൊക്കെ ഡയമെൻഷൻസാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്? എല്ലാവരും വിചാരിക്കുക എന്ത്? കുറച്ച് ഹീറോയിസം, കുറച്ച് വാലർ, ഇതൊക്കെയാണ് ധൈര്യം. നമ്മുടെ മനസ്സിന് എന്തൊക്കെ ഗുണമഹിമകളാവാമെന്നറിയാം. എത്ര എണ്ണായി ഇവിടെ പറയുന്നു? അപ്രമത്ത. ഒരിക്കലും നമ്മൾ അശ്രദ്ധയ്ക്ക് വിധേയമാവരുത്. കാത്തുകൊണ്ടിരിക്കുകയാണ് അശ്രദ്ധ നമ്മളെ പിടിപെടാൻ. ഒരിക്കലും അതിന് വകവെച്ചു കൊടുക്കരുത്. ശ്രദ്ധയോടുകൂടി അറ്റൻറ്റീവായിരിക്കണം. ഗഭീരാത്മാ. നമ്മൾ ഈ ലളിത ഹൃദയൻ എന്ന് പറയുന്നത് ഒരു നിലയ്ക്ക് നല്ലതാണ്. പക്ഷേ ഈ കുളക്കോഴി ഹൃദയമായാൽ പറ്റില്ല. നമ്മുടെ മനസ്സിന് ഒരു ഗാംഭീര്യം വേണം. ഗഭീരാത്മാ. ഇപ്പോൾ പണമുള്ളവന് ഞാൻ പണക്കാരനാണെന്നൊരു തോന്നല, ദേഹബലമുള്ളവന് ഞാൻ ദേഹബലമുണ്ടെന്നൊരു തോന്നല, അതൊക്കെ പൊള്ളയാണ്. ഇവിടെയോ ഗഭീരാത്മാ. മർത്യമായ എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ അമരമായ ഒരു ചേതനയാണ് പ്രകാശിക്കുന്നത് എന്നുള്ളൊരു ബോധത്തിൽ ഒരു ഗാംഭീര്യം നമ്മുടെ ഉൾ വ്യക്തിത്വത്തിന് വേണം. ആർക്കും പെട്ടെന്ന് അളന്ന് അങ്ങോട്ട് മുടിക്കാൻ പറ്റരുത്. ആർക്കും പെട്ടെന്ന് അതിശയിക്കാനും പറ്റരുത്, അതിക്രമിക്കാനും പറ്റരുത്. അങ്ങനെ ഗഭീരാത്മാ. ധൃതിമാൻ. ധൃതിമാൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ധൃതി എന്ന് പറഞ്ഞാൽ വിൽ എന്നാണ്. WILL. ബുദ്ധി, മനസ്സ്, ധൃതി. ധൃതി എന്ന് പറഞ്ഞാൽ ആ ഇച്ഛാശക്തി. ഇച്ഛിക്കുന്നത് തന്നെ ഒരു ശക്തിയാണ്. ചില കുട്ടികൾ എനിക്ക് എഴുതും, ഞാൻ എണീക്കുമ്പോൾ വളരെ വൈകുണു സ്വാമിജി, എന്താ ചെയ്യാം? എത്ര മണിക്കാണോ എണീക്കണത്? 7 മണിക്ക്. വിദ്യാർത്ഥിയല്ലേ? അതെ. എത്ര മണിക്ക് എണീക്കണം? എനിക്ക് കുറേ നേരത്തെ എണീക്കണം, അപ്പോഴേ പഠിക്കാൻ പറ്റുള്ളൂ. എത്ര മണിക്കാ ഉറങ്ങാൻ പോണതോ ചോദിക്കും. അവർ പറയും 10 അല്ലെങ്കിൽ 8 അല്ലെങ്കിൽ 11. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഒരു 15 മിനിറ്റ് മുമ്പ് അലാറം വയ്ക്കൂ, നേരത്തെ കിടന്നിട്ട് എന്ന് പറയും. അപ്പോൾ 15 മിനിറ്റ് നേരത്തെ എണീറ്റ് ഒരു 10 ദിവസം കഴിഞ്ഞാൽ ഞാൻ പറയും ആദ്യം ഒരു 15 മിനിറ്റ് അഡ്വാൻസ് ചെയ്ത് വയ്ക്കുന്നു. അങ്ങനെ 7 മണിക്കാരനെ 5:30 മണിക്കാരനെ. അത് ഇച്ഛാശക്തിയാണ് അതിന് കാരണം. നിങ്ങൾ നടക്കാൻ തുറന്നോളൂ. 2 കിലോമീറ്റർ നടക്കാമെന്ന് പറഞ്ഞ് നടക്കൂ. എന്നും നടക്കണം. നടന്നു കഴിഞ്ഞാൽ ആ 2 കിലോമീറ്റർ 3 ആക്കുക, 5 ആക്കുക, 6 ആക്കുക, എത്ര വേണോ അത്രയാക്കി നിർത്തുക. അങ്ങനെ വളരുന്നത് ഈ ധൃതിയാണ് നമ്മളിൽ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇച്ഛയെ ഒരു ശക്തി രൂപത്തിൽ പ്രയോഗിച്ച് അതുകൊണ്ട് നിയന്ത്രിക്കാനുള്ളത് നിയന്ത്രിച്ച് തള്ളാനുള്ളതിനെ തള്ളി കൊള്ളാനുള്ള ശീലത്തെ കൊണ്ട് അങ്ങനെ വളർത്തുന്നതിനാണ് ഈ ധൃതിമാൻ എന്ന് പറയുക. ധൃതിമാൻ ജിതഷഡ്ഗുണ. ഷഡ്ഗുണം എന്ന് പറയുന്നത് എന്താ? മനസ്സിൻ്റെ 6 തരത്തിലുള്ള വൈകാരിക പ്രവണതകളാണ്. എന്താണത്? കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം. ഇതെല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഈ 6 എണ്ണം നല്ലതല്ല, ഒക്കെ പൊല്ലാപ്പ. ആ 6 ഗുണങ്ങളെയും വികാരങ്ങളെയും ജയിച്ചവൻ അമാനീ. അതോ ഞാൻ ജയിച്ചവനാണ്, ഞാൻ ധൃതിമാനാ, അപ്രമത്തനാ, ഗഭീരാത്മാവാണ് എന്ന് പറഞ്ഞ് അതിന് പറ്റിയ ഒരു ഡ്രസ്സും സമ്പ്രദായവുമായിട്ട് ഞെളിഞ്ഞ് നടക്കുക, അങ്ങനെയൊന്നുമില്ല. അമാനി. അദ്ദേഹത്തിൻ്റെ അടുത്തുകൂടി ചോദിച്ചാൽ മനസ്സിലാവും. അവധൂത സംവാദത്തിൽ കണ്ടില്ലേ? യദുചക്രവർത്തി കണ്ട മാത്രയിൽ ഇറങ്ങി കാക്കലിൽ വീണ് ആ അവധൂതനോട് ചോദിക്കുകയാണ്, എല്ലാവരും ഈ ലോകത്തിൽ പലതും കണ്ട് ഭ്രമിച്ച് വട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കേ, അങ്ങ് എങ്ങനെയാ തണുത്ത ഗംഗാജലത്തിൽ ഇറങ്ങിക്കിടക്കുന്ന കൊമ്പനാനയെപ്പോലെ നിർബാധിതനായിട്ടിരിക്കുന്നത് എന്നൊരു ചോദ്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ചോദിച്ചത്? എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കാൻ കാരണം? അദ്ദേഹം എന്നെ ചോദിക്കൂ എന്ന് പറഞ്ഞ് ആരോടെങ്കിലും പറയുണ്ടായോ? അപ്പോൾ അമാനി, തനിക്ക് ബഹുമാന്യനാണ് താൻ എന്നുണ്ടെങ്കിലും അത് ബാക്കിയുള്ളവർക്കാണ് ബഹുമാന്യൻ, തനിക്ക് താൻ ബഹുമാന്യനല്ല. തൻ്റെ സ്വഭാവമാണത്. അപ്പോൾ വെറുതെ മാനം കൊള്ളാതെ അതേ സമയത്ത് മാനദഹ. ആ യദുചക്രവർത്തിയോട് എത്ര ഭംഗിയായി ആ അവധൂതൻ സംസാരിച്ചു. ആ സംസാരമാണ് ഭാരതത്തിലൊരു സംസ്കാരമായി, ഒരു ശാസ്ത്രമായി അന്ന് മുതൽ ഇന്നേ വരെ നിൽക്കുന്നത്. കൃഷ്ണനാണ് അത് ഉദ്ധരിക്കുന്നത്. ആരോട്? ഉദ്ധവനോട്. എവിടെ വെച്ച്? ദ്വാരക രാജധാനിയിൽ വെച്ച്. ആര് സംസാരിച്ചത്? ഒരു ഹിപ്പി സംസാരിച്ചതാണ്.
അപ്പം എവിടെ പോയി കാര്യങ്ങൾ? അമാനീ മാനദ കൽപ്പഹ. കൽപ്പഹ എന്ന് പറഞ്ഞാൽ സമർത്ഥൻ. എന്തിലാ ഈ സാമർഥ്യം? ജീവിക്കുന്നതിൽ, വ്യവഹരിക്കുന്നതിൽ, കാര്യങ്ങൾ നേടിയെടുക്കുന്നതിൽ, അവനവൻ്റെ ഉള്ളിലുള്ള ആശയങ്ങൾ പുറത്ത് പറഞ്ഞ് പ്രകടമാക്കി ബാക്കിയുള്ളവരിൽ സ്വാധീനം ചെലുത്തുന്നതിൽ, നിർബാധിതനായി ലോകത്തിൽ കഴിയാൻ. അങ്ങനെ തൊട്ടതിലൊക്കെ നല്ല സാമർഥ്യം വേണം. എന്നാലോ മൈത്ര, മൈത്രി ധാരാളം കൊടുക്കുന്നവനാവണം. അതെ, എൻ്റെ അടുത്ത് ആരും വരണ്ട, ഞാനോ വലിയ കേമന, പറ്റില്ല എന്നുള്ള ധാരണയല്ല. എപ്പോൾ വേണമെങ്കിൽ വന്നോളൂ, ഒരു ഫ്രണ്ട്ലി ആയിട്ടിരിക്കുക. കാരുണിക, ധാരാളം കാരുണ്യം മനുഷ്യരോട് തോന്നണം. അഹേതുക ദയാസിന്ധു ബന്ധുരാനമതാം സദാം എന്നാണ് ശങ്കരാചാര്യ വിവേക ചൂടാമണിയിൽ ഒരു ആചാര്യനെ പറ്റി, ഒരു തത്വജ്ഞാനിയെ പറ്റി പറയുന്നത്. അഹേതുക ദയാസിന്ധു, കാരണമതിയാതെ പ്രവഹിക്കുന്ന ഒരു ദയാസിന്ധുവാണ്. ബന്ധുരാനമതാം സദാം, അടുത്ത് വന്ന് നമസ്കരിച്ച് പ്രണമിച്ച് ചോദിക്കുന്നവർക്ക് പരമബന്ധുവായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാരുണ്യം നമുക്ക് വേണം. കവിഹി, കാര്യങ്ങളെല്ലാം നല്ല പോലെ അറിയുന്നവൻ, ആലോചനാശീലൻ, ഗുണദോഷങ്ങൾ വ്യക്തമാക്കി പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നവൻ, ദീർഘദർശി, അങ്ങനെയുള്ള എല്ലാ ഗുണങ്ങളും വേണം. അപ്രമത്തോ ഗഭീരാത്മാ ധൃതിമാഞ്ചിത ഷഡ്ഗുണ അമാനി മാനദ കൽപ്പോ മൈത്ര കാരുണിക കവി. ഈ ഭക്തന്റെ ലക്ഷണത്തെപ്പറ്റി ഭഗവത്ഗീതയിൽ പറയുമ്പോൾ എല്ലാം ഞാൻ പറയണില്ല, തുടക്കം എങ്ങനെയാ? അദ്വേഷ്ടാ സർവഭൂതാനാം മൈത്ര കരുണയേവ ച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖ ക്ഷമീ. ആദ്യത്തെ ശ്ലോകത്തിൽ പറയുക, എൻ്റെ ഭക്തനുണ്ടല്ലോ സർവഭൂതാനാം അദ്വേഷ്ട. ഇവിടെ എന്താ പറഞ്ഞത്? കൃപാലുഹു അകൃതദ്രോഹ, ഒരാളെയും ദ്രോഹിക്കരുത്. ഇവിടെ പറയണതോ എല്ലാ ജീവജാലങ്ങളുടെയും അദ്വേഷ്ട, ആരോടും ദ്വേഷമോ വെറുപ്പോ തോന്നരുത്. മൈത്ര, പോരാ, സ്നേഹിതനാകണം, പോരാ, കാരുണ്യവും വേണം. നിർമ്മമോ നിരഹങ്കാര, മമതയും അഹങ്കാരവും ഒരിക്കലും ഉണ്ടാവരുത്. ഇവിടെ എന്തു പറഞ്ഞു? അകിഞ്ചനനാവണം. അവിടെ പറഞ്ഞു മമതയുണ്ടാവരുത്. നിരഹങ്കാര സമദുഃഖ സുഖ ക്ഷമീ. ഇവിടെ തിദക്ഷയെ പറ്റി പറഞ്ഞു, അവിടെ സമദുഃഖ സുഖനാവണമെന്ന് പറഞ്ഞു. ഇങ്ങനെ എവിടെ ശാസ്ത്രങ്ങളിൽ നോക്കിയാലും നിങ്ങളിങ്ങനെ സമാന്തരമായിരിക്കുന്ന ഗുണങ്ങൾ ധാരാളം പറയുന്നത് കാണാം. അപ്രമത്തോ ഗഭീരാത്മാ ധൃതിമാഞ്ചിത ഷഡ്ഗുണ അമാനി മാനദ കൽപ്പോ മൈത്ര കാരുണികോ കാരുണിക കവി. ആജ്ഞായൈവം ഗുണാൻ ദോഷാൻ മയാധിഷ്ഠാനവിസ്വകാൻ ധർമാൻ സന്ത്യജ്യ സർവാൻ മാം ഭജേത സസത്തമഃ. ആജ്ഞായൈവം ഗുണാൻ ദോഷാൻ മയാധിഷ്ഠാനവിസ്വകാൻ. ഇപ്പം ഇങ്ങനെ കൃഷ്ണൻ പറഞ്ഞു ഒപ്പിച്ചത് കുറേ അധികം കാര്യങ്ങളുണ്ടല്ലോ. അപ്പം ഈ ഗുണങ്ങൾ തന്നെ എത്രയാ പറഞ്ഞിരിക്കുന്നത്? എണ്ണി കണക്കാക്കിയാൽ എത്രയുണ്ട്? കൃപാലുഹു അകൃതദ്രോഹ തിദിക്ഷുഹു സർവദേഹിനാം സത്യസാര അനവദ്യാത്മാ സമസർവോപകാരക 6 കാമൈരഹദധീഹി 7 ദാന്തഃ 8 മൃദുഹു 9 ശുചിഹി അകിഞ്ചനഃ 11 അനീഹഃ മിതഭുക് ശാന്തഃ സ്ഥിരോ മച്ഛരണോ മുനിഃ 12 അപ്രമത്തഃ 13 ഗഭീരാത്മാ 14 ധൃതിമാൻ ജിതഷഡ്ഗുണഃ ഓരോന്നോരോന്ന് കൂടി വരിക. അമാനീ മാനദ കൽപ്പോ മൈത്ര കാരുണിക കവി. ഇങ്ങനെ പോണു ഈ ഗുണങ്ങളുടെ ലിസ്റ്റ്. ഇതൊക്കെ കേട്ടിട്ട് തോന്നും ഇത് മുഴുവൻ എന്നെ കൊണ്ട് വളർത്തിയെടുക്കാൻ പറ്റുമോ പറ്റില്ലേ? കാര്യം അവതാളത്തിലാവോ? ഇല്ലത്തുനിന്ന് പുറപ്പെട്ടു അമ്മാത്തേക്കോട്ട് എത്തിയതുമില്ല, അങ്ങനെ വരുമോ? അങ്ങനെ പരിഭ്രമിക്കേണ്ട എന്നാ പറയണത്. ആജ്ഞായൈവം ഗുണാൻ ദോഷാൻ മയാധിഷ്ഠാൻ അഭിസ്വകാൻ. ഇങ്ങനെയൊക്കെയാണ് ഒരു സാധു മഹാത്മാ, ഒരു ഭക്തൻ ഉണ്ടാവേണ്ടതെന്ന് മനസ്സിലാക്കിക്കോളൂ. ഞാൻ തന്നെയാണ് പറയണത്. ഇതൊക്കെ അറിഞ്ഞ് ഗുണാൻ ദോഷാൻ മയാധിഷ്ഠാനഭിസ്വകാൻ, ഈ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം വ്യക്തമായി ഞാൻ പറഞ്ഞത് കേട്ടിട്ട് പരിഭ്രമിക്കേണ്ട. ഇത് ഓരോന്നും ഒറ്റയ്ക്ക് ശീലിച്ച് മുഴുവനാക്കണം എന്നൊന്നും നിർബന്ധമില്ല. ധർമാൻ സന്ത്യജ്യ സർവാൻ. അതെ, ഞാൻ ഇതിൽ ഓരോന്നും മനസ്സിലാക്കി ഒന്ന് വേറെ ഒന്നിൽ നിന്ന് ഏത് തരത്തിലാ വ്യത്യസ്തമെന്ന് പരിഗണിച്ച് ഇങ്ങനെയൊന്നും പോകാൻ എന്നെക്കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഞാനിതെല്ലാം കൂടി വിടാനാ പോണത്. ഇവിടെ ഗുണങ്ങളുണ്ടായിക്കോട്ടെ ദോഷങ്ങളുണ്ടായിക്കോട്ടെ എനിക്ക് രണ്ടും വേണ്ട എന്ന് പറഞ്ഞ് എല്ലാറ്റിനെയും ഉപേക്ഷിച്ച് ധർമാൻ സന്ത്യജ്യ സർവാൻ
മാം ഭജേത സസത്തമഃ. പല വിധത്തിലുള്ള ചിന്തകളെ മുഴുവനും വിട്ട് എന്നെ മാത്രം ഭജിക്കുന്നവനുണ്ടല്ലോ അവനാണ് അത്യുത്തമൻ. എന്തു പറയണു നിങ്ങൾ? ഒരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി എന്നുള്ളത് ശരിയാ. ഈ ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ ആരും പരിഭ്രമിക്കേണ്ട. ഇതൊക്കെ വളർത്തിയെടുക്കാൻ സാധിക്കുമോ? ഒരു ഭക്തന് വേണ്ടതാണിത്. അതുകൊണ്ട് നിങ്ങൾ തയ്യാറായിക്കോളൂ ധാരാളം ഗുണങ്ങൾ ഉൾക്കൊള്ളാനും ദോഷങ്ങൾ വിട്ടുകളയാനും. അതിനുള്ള വഴി എന്താ? ഇങ്ങനെയൊക്കെയുള്ള സ്ഥിതിഗതിയിൽ ഭഗവാനാണ് ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും പിന്നിലും മുൻപിലും ഉള്ളിലും പുറത്തും നിന്ന് മനസ്സിലാക്കി സർവ വിവിധ ചിന്തകളെ അങ്ങോട്ട് പരിത്യജിച്ച് ആ ഈശ്വരൻ ആശ്രയം എന്ന് പറയുന്നത് മാത്രം മുറുകി പിടിച്ച് ഭജിച്ചാൽ മതി. ആ മനുഷ്യൻ ഉത്തമനായിത്തീരുന്നു. അതിനാണ് ഏകഭക്തി എന്ന് പറയുന്നത്. ഭഗവത്ഗീതയിൽ 12-ാം അധ്യായത്തിൽ ഭക്തിയോഗത്തിൽ പറയുമ്പോൾ പറയുന്നുണ്ട്, ഏതു ധർമ്മ്യാമൃതമൃതം യഥോക്തം പര്യുപാസത്തെ ശ്രദ്ധധാനാമത്പരമാ ഭക്താസ്തേ അതീവമേ പ്രിയാഹ. ഈ ഭക്തിയോഗത്തിലെല്ലാം വിവരിച്ചതിന് ശേഷം ഈ ഭക്തിയോഗം എന്ന് പറയുന്ന ആ ധർമ്മം പൂർണ്ണമായി അനുസരിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ അവരാണ് ഏറ്റവും വലിയ ഭക്തന്മാർ. അവസാനം 18-ാം അധ്യായത്തിൽ പറയുകയാണ്, പല വിവരണങ്ങളും വിവേചനങ്ങളും ഒക്കെ നൽകിയതിന് ശേഷം സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. അർജുനനോട് കൃഷ്ണൻ പറയുന്നതാണ് അവസാനം. എല്ലാ വിധത്തിലുള്ള ധർമ്മങ്ങളുണ്ടല്ലോ, വ്യക്തിധർമ്മം, കുടുംബധർമ്മം, സമൂഹധർമ്മം, ഭരണധർമ്മം, രാജധർമ്മം, ഇഹലോകധർമ്മം, പരലോകധർമ്മം, എന്തൊക്കെയുണ്ടോ അത് മുഴുവനും പലത് 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 എന്നുള്ള സങ്കല്പം ഉണ്ടാക്കുന്നതാണ്. പലത് ബുദ്ധി അങ്ങോട്ട് വിട്ട് എല്ലാ ദിച്ചിലും വ്യാപിച്ചിരിക്കുന്ന ഒരൊറ്റ ഈശ്വരൻ എന്നുള്ള നിലയ്ക്ക് ആ ഒറ്റയെ മുറുകി പിടിച്ചാൽ തന്നെത്താനെ എല്ലാ പാപങ്ങളും പോകും. പാപം എവിടുന്നാണ് പുറപ്പെടുന്നത്? അനേക ബുദ്ധിയിൽ നിന്ന് പുറപ്പെടുന്നതാണ് പാപം. ആ അനേക ബുദ്ധി അങ്ങോട്ട് പോയി, അനേകത്വം പോയി, ഏകബുദ്ധി വന്നാൽ അപ്പോൾ പിന്നെ അവിടെ പാപവുമില്ല പുണ്യവുമില്ല, എല്ലാറ്റിൽ നിന്നും മോചനം കിട്ടുന്നു. അതാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. ജ്ഞാത്വാ വൈമാം യാവാൻ യശാസ്മി യാദൃശഃ ഭജന്ത്യനന്യഭാവേന തേ മേ ഭക്തതമാമതാഃ. ഇങ്ങനെയുള്ള ഒരു അനന്യഭക്തി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പലതും പറഞ്ഞ് മനുഷ്യൻ്റെ മനസ്സിനെ ഒരു നിലയ്ക്ക് വിഷമിപ്പിക്കുകയാണെന്ന് കൂടി ഞാൻ പറയണം. അയ്യോ, ഇത്രയൊക്കെ ലക്ഷണങ്ങളുടെ പിന്നാലെ എനിക്ക് പോകാൻ പറ്റുമോ? കൃഷ്ണൻക്കൊക്കെ പറഞ്ഞാലും എത്ര കാലം എത്ര ജന്മം വേണം എന്നൊക്കെ തോന്നും. അപ്പോൾ പറയുകയാണ്, ഇതിനൊന്നും പോണ്ട. ഈശ്വരൻ എന്നുള്ള ഒരൊറ്റ സങ്കല്പത്തിൽ മുറുകി പിടിച്ചിരുന്നാൽ മതി. അത് മനസ്സിൻ്റെ അനന്യഭാവം, ഏകാഭിമുഖത്വമാണ്. അതേ നമുക്കിവിടെ വേണ്ടുവെന്ന്. ജ്ഞാത്വാധയേ വൈമാം യാവാന്യശാസ്മി യാദൃശഃ ഭജന്തി അനന്യഭാവേന. എന്നെ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടോ മനസ്സിലാക്കാതെയോ യാവാൻ യശാസ്മി യാദൃശഃ, ഞാൻ ആരാണ്, എവിടത്തോളമുണ്ട്, ശരിക്കും എൻ്റെ വാസമോ എൻ്റെ നിലനിൽപ്പോ എവിടെയാണ്, യാദൃശഃ ഏത് രൂപത്തിലുള്ളവനാണ്, ഇത് മുഴുവനും അറിഞ്ഞാവട്ടെ അറിയാതെ ആവട്ടെ, ഇതിനൊന്നും അല്ല അവിടെ പ്രസക്തി. പ്രസക്തി എവിടെയാ? മാം അനന്യഭാവേന ഭജന്തി ഏ, ആരാരാണോ എന്നെ അനന്യഭാവത്തോടു കൂടി ഭജിക്കുന്നത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇപ്പം എത്രയായി ഞാനിവിടെ പറയണു? പല കാര്യങ്ങളും കൃഷ്ണൻ ഉപദേശിക്കുന്നുണ്ട്, ഇനിയും ഉപദേശിക്കാൻ പോകുന്നു. അപ്പോൾ ഈ പലത് 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 എന്ന് പറഞ്ഞ് കേട്ടോളൂ. നിങ്ങൾ അതിൻ്റെ പിന്നാലെ ഒറ്റയ്ക്ക് ഓടിപ്പോകേണ്ട ആവശ്യമില്ല. എന്തിൻ്റെ പിന്നാലെയാണ് ഓടിപ്പോണ്ടത്? എല്ലാം കൂടിയിട്ട് അനന്യഭാവേന ഏ ഭജന്തി, എന്നെ അനന്യഭാവത്തോടു കൂടി ആർ ഭജിക്കുന്നുവോ തേമേ ഭക്തതമാമതാഹ, അവരാണ് ഏറ്റവും വിശേഷപ്പെട്ട ഭക്തന്മാർ. അപ്പം നിങ്ങൾക്ക് സമാധാനമായോ? അനന്യഭാവം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഈശ്വരൻ മാത്രം, അദ്ദേഹത്തിൽ നിന്ന് നിർഗളിച്ചതാണ് ഈ പ്രപഞ്ചം മുഴുവനും. അതിൽ 24 തത്വമോ 240 2400 2,40,000 ഉണ്ടായിക്കോട്ടെ, അവരുടെ ചോദ്യമില്ല. ഇതൊക്കെ ഉണ്ടായത് ഒരൊറ്റ ഈശ്വരനിൽ നിന്നാണ്, പരമാത്മാവിൽ നിന്നാണ്. ആ പരമാത്മാവിനോട് നേരിട്ടൊരു ആഭിമുഖ്യം അങ്ങോട്ട് വളർത്തുക, ആശ്രയബുദ്ധി അങ്ങോട്ട് വളർത്തുക. അങ്ങനെ വന്നാൽ അനന്യഭാവമായി തേമേ ഭക്തതമാ മതാഹ, അവരാണ് ഏറ്റവും വിശേഷപ്പെട്ട ഭക്തന്മാർ. ജ്ഞാത്വാധയേ വൈമാം യാവാൻ യശാസ്മി യാദൃശഃ ഭജന്തി അനന്യഭാവേന തേമേ ഭക്തതമാമതാഹ. ഉദ്ധവൻ കൃഷ്ണനോട് ചോദിക്കുകയാണല്ലോ. അപ്പം 2 സംഗതിയാണ് ചോദിച്ചത്. എന്താ? സാധുഹു തവോത്തമ ശ്ലോക മത കീദൃഗ്വിധ പ്രഭോ.
സജ്ജനങ്ങളെ സമീപിക്കണം, സത്സംഗം വേണം, അവർ ഉപദേശിക്കുന്ന ഭക്തി കൊണ്ടു നടക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ സാധുക്കളും സജ്ജനങ്ങളും ആരാ എന്നെനിക്ക് അങ്ങ് കണക്കാക്കുന്ന സാധു, അങ്ങയുടെ പരിഗണനയിൽ സജ്ജനമോ സാധുവോ ആയിട്ടുള്ളത് ആരാ എന്ന് ചോദിച്ചതിനാണ് നല്ല മറുപടി പറഞ്ഞത്. അതിലാണ് കൃപാലുഹു, അകൃതദ്രോഹ എന്നൊക്കെ പറഞ്ഞത്. ആ ലക്ഷണങ്ങളാണ്. സാധാരണ ഭക്തന്മാർക്കോ ഇപ്പോൾ ഗൃഹസ്ഥന്മാർക്കോ നിങ്ങൾക്കിത് മുഴുവനും ഉണ്ടായെന്ന് വരില്ല. സജ്ജനങ്ങൾക്കോ അത് അത്യാവശ്യമാണ്. ഇനി അത് കഴിഞ്ഞ് ഭക്തന്മാരെ പറ്റിയിട്ട് ഭക്തനാരാ എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയുകയാണ്. ആ ഭക്തൻ്റെ ആചരണം, സമ്പ്രദായങ്ങൾ എന്താണ്. ഇത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഭാഗമാണ് ഏകാദശ സ്കന്ധത്തിലും ശ്രീമദ് ഭാഗവതത്തിലും. നിങ്ങളെല്ലാവരും കേട്ടു മനസ്സിലാക്കിക്കോളൂ. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലും പട്ടണ പ്രദേശങ്ങളിലും ക്ഷേത്രം തുടങ്ങി പല ദേവസന്നിധികളുമുണ്ട്. ആ ദേവസന്നിധികളെ ചൊല്ലി പല വിധത്തിലുള്ള അഭ്യാസങ്ങളും ക്രമങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഒക്കെ ഒരു പശ്ചാത്തലം ഈ പറയുന്നതിൽ നിങ്ങൾക്ക് കാണാം. വളരെ ശ്രദ്ധ വെച്ച് കേട്ടോളൂ. മല്ലിംഗ ഭക്തജന ദർശന സ്പർശനാർച്ചനം പരിചര്യാസ്തുതി പ്രഹ്വ ഗുണകർമാനുകീർത്തനം മത്കഥാശ്രവണേ ശ്രദ്ധ മദനുധ്യാനമുദ്ധവ സർവലാഭോപഹരണം ദാസ്യേനാത്മനിവേദനം മജ്ജന്മകർമ്മകഥനം മമ പർവാനുമോദനം ഗീതതാണ്ഡവവാദിത്ര ഗോഷ്ഠീഭിർമദ്ഗൃഹോത്സവഃ യാത്രാബലിവിധാനം ച സർവവാർഷികപർവസു വൈദികീ താന്ത്രികീ ദീക്ഷ മദീയവ്രതധാരണം മമാർച്ചാസ്ഥാപനേ ശ്രദ്ധാ സ്വതഃ സംഹത്യ ചോദ്യമഃ ഉദ്യാനോപവനാ ക്രീഡ പുരമന്ദിരകർമ്മണി സമ്മാർജനോപലേപാഭ്യാം ശേഖമണ്ഡലവർത്തനൈഃ ഗൃഹശുശ്രൂഷണം മഹ്യം ദാസവദ് യദമായയാ അമാനിത്വമദംഭിത്വം കൃതസ്യാ പരികീർത്തനം അഭിദീപാവലോകം മേ നോപയുഞ്ജ്യാന്നിവേദിതം യദ്യദിഷ്ടതമം ലോകേ യച്ഛാദിപ്രിയമാത്മനഃ തത്തന്നിവേദയേന്മഹ്യം തദാനന്ദ്യായ കൽപ്പതേ. എത്ര ശ്ലോകമുണ്ടത്? 1, 2, 3, 4, 5, 6, 7, 8. ഈ 8 ശ്ലോകങ്ങളിൽ ഭക്തനും ഭക്തിചര്യയും പറ്റിയിട്ടാണ് വിവരിക്കുന്നത്. മല്ലിംഗ മദ്ഭക്തജന ദർശന സ്പർശനാർച്ചനം പരിചര്യാസ്തുതി പ്രഹ്വ ഗുണകർമാനുകീർത്തനം. സാധുക്കളുടെ ലക്ഷണം, മഹാത്മാക്കളുടെ ലക്ഷണം വിവരിച്ചു എന്ന് പറഞ്ഞുവല്ലോ. ഇനി ഭക്തന്മാരുടെ സ്വഭാവവും ലക്ഷണവും പെരുമാറ്റവും എങ്ങനെയാവണം എന്നുള്ളത് പറയുകയാണ് 8 ശ്ലോകം കൊണ്ട്. മല്ലിംഗ മദ്ഭക്തജന ദർശന സ്പർശനാർച്ചനം. എൻ്റെ വിഗ്രഹങ്ങളും പ്രതീകങ്ങളും ഉണ്ടല്ലോ, അതുമാതിരി എൻ്റെ ഭക്തന്മാർ, അവരെ എല്ലാവരെയും കാണുക, സ്പർശിക്കുക, അർച്ചിക്കുക. ഇത് ചിലതൊന്നും നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലും ഇല്ല, വടക്കേ ഇന്ത്യയിലുണ്ട്. അവിടെ നിങ്ങൾക്ക് ഏത് വിഗ്രഹത്തെ പോയാലും പോയി സ്വന്തമായിട്ട് അർച്ചന ചെയ്യാൻ പറ്റും. ഇവിടെ അത് സാധിക്കില്ല. ഇവിടെ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ കിടക്കുന്നവർ മാത്രമേ കീഴ്ശാന്തി മേൽശാന്തി അവിടെ കിടക്കുള്ളൂ. ബാക്കിയുള്ളവർ പുറത്ത് നിൽക്കുകയാണ്, ദൂരത്തു നിന്നാണ് തൊഴുക. അവിടെ അങ്ങനെയല്ല. മല്ലിംഗ മദ്ഭക്തജന ദർശന സ്പർശന അർച്ചനം. എൻ്റെ ഭക്തന്മാരെയും എൻ്റെ വിഗ്രഹത്തെയും എല്ലാം കാണുക, സ്പർശിക്കുക, അർച്ചിക്കുക. പരിചര്യ, അവിടെ വേണ്ട എന്തെല്ലാം സേവനമുണ്ടോ ആ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുക. സ്തുതി, സ്തുതിക്കുക. പ്രഹ്വ ഗുണകർമാനുകീർത്തനം, വളരെ വിനയത്തോടുകൂടി ഗുണങ്ങളും കർമ്മങ്ങളുമെല്ലാം കീർത്തനം ചെയ്യുക. ഇതൊക്കെ ഭക്തിയുടെ സ്വഭാവങ്ങളാണ്, ലക്ഷണങ്ങളാണ്. കുട്ടിക്കാലം മുതൽക്ക് നമുക്ക് പഠിപ്പിക്കാമെന്നുള്ളതാണ്. ഒരു കുട്ടിയെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി ഒരു ക്ഷേത്ര ദർശനം നടത്തി കൊണ്ടുവരാൻ നിങ്ങൾക്ക് എന്താ വിഷമം? ഒക്കത്ത് വെച്ചിട്ട് നമുക്ക് പോവാം. ഒരു 3 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കുട്ടി പറഞ്ഞാൽ കേൾക്കും. അവിടെ ചെന്നതിന് ശേഷം മൂത്രശങ്ക ഒന്നും പാടില്ല, പറഞ്ഞ് മനസ്സിലാവും. അതുവരെ കൊണ്ടുപോകും വേണ്ട. അപ്പോൾ എന്താ അതിന്? മല്ലിംഗ മദ്ഭക്തജന ദർശന സ്പർശനാർച്ചനം പരിചര്യാസ്തുതി പ്രഹ്വ ഗുണകർമാനുകീർത്തനം. നമ്മളിവിടെ ചില സ്ഥലത്തൊക്കെ കണ്ടിട്ടില്ലേ, കൊട്ടിപ്പാട്ടി സേവ. അവിടെ നടയടച്ചിരിക്കുന്ന സമയത്ത് ഇപ്പുറത്ത് ഇടയ്ക്ക് കൊട്ടി അഷ്ടപതി ചൊല്ലും. അങ്ങനെ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. നടയടച്ചാൽ ജനങ്ങൾ കാത്തു നിൽക്കും. ദീപാരാധനയ്ക്ക് നട തുറന്നിട്ട് തൊഴുതിട്ടേ വരുള്ളൂ. മണിയുണ്ടെങ്കിൽ മണിയെടുത്ത് അടിക്കും. ഇങ്ങനെ പല കാര്യങ്ങളും നമുക്കവിടെ എന്തെങ്കിലും തരത്തിൽ ദർശനമാവാം, സ്പർശനമാവാം, അർച്ചനയാവാം, സേവനമാവാം. സേവനം എന്ന് പറയുന്നത് എന്താ? എന്തൊക്കെയാണ് നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ അതൊക്കെ അടിക്കുക, തെളിക്കുക, വെടുപ്പാക്കുക, അറേഞ്ച് ചെയ്യുക, പലതരത്തിലും ഉണ്ട്. ഇവിടെ പറയുന്നുണ്ട്, ഓരോന്നും വായിക്കുമ്പോൾ പറഞ്ഞു തരാം. മത്കഥാശ്രവണേ ശ്രദ്ധ മദനുധ്യാനമുദ്ധവ സർവലാഭോപഹരണം ദാസ്യേന ആത്മനിവേദനം. എത്ര വിപുലമാണിത് എന്ന് ആലോചിക്കൂ.
an assortment of practices. At the same time, there is a progressiveness and a refinement. അതിലൊരു വളർച്ചയും ഒരു പവിത്രീകരണവും ഒക്കെ കാണാം. സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് പോകുന്നത്. മത് കഥാശ്രവണേ ശ്രദ്ധ. എൻ്റെ കഥ, ഈശ്വര കഥകൾ, അത് കേൾക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ വേണം. ആദ്യമൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ സാധിച്ചു, വായിക്കണം എന്ന് തോന്നി എന്ന് വരില്ല. അപ്പോൾ എൻ്റെ കഥ കേൾക്കുന്നതിൽ വളരെ ശ്രദ്ധ വേണം. ഞാനേ ക്ഷേത്രത്തിൽ പോവും, തൊഴും, പ്രസാദം തൊടും, ഇവിടെ മടങ്ങിപ്പോരും. ബാക്കിയുള്ളതിനൊക്കെ പൃഷ്ഠം കാണിച്ചു പോരും. അങ്ങനെ ആയാൽ പറ്റില്ല. അവിടെ ഈശ്വര കഥകളോ ഭാഗവതമോ രാമായണമോ എന്തെങ്കിലും വായിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നേരമെങ്കിലും അത് കേട്ടിട്ട് വേണം വരാൻ. അതിൽ നമുക്ക് പലതരമാണ്. ചാക്യാരുകൂത്തുണ്ട്, പാഠകമുണ്ട്, പലതരത്തിലാണ്. ചാക്യാരുകൂത്തൊക്കെ ആവുമ്പോൾ ഉച്ചയ്ക്കാവും, അല്ലെങ്കിൽ ഉച്ച തിരിഞ്ഞിട്ടാവും. പാഠകമാണെങ്കിൽ വൈകുന്നേരമാവും. പലതരത്തിലുള്ള കഥകളി ഇങ്ങനെ പലതും ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ ഉള്ളത് നമ്മളുടെ മനസ്സിനൊരു സ്പർശനവും ഒരു സുഖമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മത് കഥാശ്രവണേ ശ്രദ്ധ മദനുധ്യാനമുദ്ധവാ. മദനുധ്യാനമുദ്ധവാ, എന്നെക്കുറിച്ച് ധ്യാനിക്കുക. എപ്പോഴും കേൾക്കലും കാണലും ആയാൽ പറ്റില്ല. കണ്ണടച്ച് കുറച്ചൊക്കെ കൃഷ്ണനെ പറ്റിയോ ബാക്കിയുള്ള ദേവനെ പറ്റിയോ ഒന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്ന ഒരു സ്വഭാവം വേണം. മദനുധ്യാനമുദ്ധവ സർവലാഭോപഹരണം. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഈ പറയണത്? എന്ത് പ്രവൃത്തി വേണമെങ്കിൽ ചെയ്തോളൂ. എവിടെയാണ് ചെയ്യണത്? ഈശ്വരൻ രചിച്ച ലോകത്തിൽ. എന്ത് ഉപകരണങ്ങൾ കൊണ്ടാണ് ചെയ്യണത്? അദ്ദേഹം ഷേപ്പ് ചെയ്തിട്ടുള്ള കയ്യും കാലും കണ്ണും മനസ്സും ബുദ്ധി കൊണ്ട്. അപ്പം അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമോ അത് നിങ്ങളുടെയോ അതോ ഈശ്വരൻ്റെയോ? അവിടെയാണ് പിണക്കം. ഈശ്വരൻ സൃഷ്ടിച്ച ലോകത്തിൽ അദ്ദേഹം രൂപപ്പെടുത്തിയ ശരീരത്തോടുകൂടി എന്ത് ജോലിയെടുത്താലും അതിൽ കിട്ടുന്ന വരുമാനം വാസ്തവത്തിൽ അദ്ദേഹത്തിനോട് ചേർന്നതോ അതോ നിങ്ങളുടെ സ്വന്തമോ? അദ്ദേഹത്തിനോട് ചേർന്നതാ. അതാണ് ഇവിടെ പറയുന്നത്. സർവലാഭോപഹരണം. തനിക്ക് എത്ര ലാഭം, എന്ത് മെച്ചം, എന്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും അത് മുഴുവനും ഈശ്വരനുള്ള ഒരു ഉപഹാരമാണ്. അങ്ങനെ സമർപ്പിക്കണം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എല്ലാവർക്കും വിചാരം ഞാൻ വലിയ കേമിയ, ഭക്തയാന്ന. ഇതൊക്കെയാണ് ഭക്തിയുടെ ആവശ്യങ്ങൾ. സർവലാഭോപഹരണം ദാസ്യേന ആത്മനിവേദനം. ഈശ്വരൻ്റെ ദാസനാണ്, ദാസിയാണ് ഞാൻ, സെർവൻ്റാണ് എന്ന് വിചാരിച്ച് ആത്മനിവേദനം, തന്നെ ഈശ്വരന് നിവേദിക്കണം. നിങ്ങളെങ്ങനെയാ? ചതുശ്ശതൊക്കെ ഏർപ്പെടുത്തും, നിവേദിക്കാം. അടപ്രഥമൻ നിവേദിക്കും, ഊണ് കഴിക്കാനൊക്കെ ഏർപ്പെടുത്തും. അവനവനെ ഒന്ന് നിവേദിക്കുമോ? പിങ്കൾ ചെയ്ത മാതിരി. ദാസ്യേന ആത്മനിവേദനം. ഈ ലോകത്തിൽ നിങ്ങൾ ജീവിച്ചോളൂ, ഗൃഹിണിയായി ജീവിച്ചോളൂ, ഗൃഹനായകനായി ജീവിച്ചോളൂ. എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഈശ്വരൻ്റെ ദാസനാണ് എന്നൊരു തോന്നൽ നിങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് വേണം. മജ്ജന്മ കർമ്മകഥനം മമ പർവാനുമോദനം ഗീതതാണ്ഡവവാദിത്ര ഗോഷ്ഠീഭിർ മദ്ഗൃഹോത്സവ. ഒരു ദേവാലയം എന്ന് പറഞ്ഞാൽ നിത്യപൂജ മാത്രം കൊണ്ട് അത് ആകർഷകമായിരിക്കില്ല. അവിടെ ചില വിശേഷങ്ങളൊക്കെ വേണം. കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ഒരു ആണ്ടുവിശേഷം ആവശ്യമാണ്. മജ്ജന്മ കർമ്മകഥനം, എൻ്റെ ജന്മം, എൻ്റെ പ്രവൃത്തികൾ, ഇതെല്ലാം പറയാനായിട്ടുള്ള ഒരു തത്വകഥനത്തിനുള്ള ഒരു വേദി അവിടെ ഒരുക്കണം. മമ പർവാനുമോദനം. ജന്മദിനം ഇപ്പോൾ കൃഷ്ണൻ്റെ ആണെങ്കിൽ അഷ്ടമി രോഹിണി കൂടിച്ചേരുന്നതാണല്ലോ ജന്മദിനം. ആ ജന്മദിനം ഒന്ന് ആഘോഷിക്കാനായിട്ട് പുറപ്പെടണം. അതൊരു ഉത്സവമായിട്ട് വേണം. ഒരു ഉത്സവം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതിൽ താല്പര്യമായി. നിത്യപൂജ നടത്തി അവിടെ നിൽക്കുന്നതായ ദൈവത്തിനെ കാണാൻ എല്ലാവരും ഒന്ന് വന്നു എന്ന് വരില്ല, സമയം ഉണ്ടാവില്ല. എന്നാൽ ഇന്ന ദിവസം ഉത്സവമാണെന്ന് പറഞ്ഞാൽ ഓർമ്മ വെച്ച് എല്ലാവരും വരും. അന്ന് അവർ പണി വേണമെങ്കിൽ പണിക്ക് പോകണ്ടെന്ന് വയ്ക്കും. കടം മേടിച്ചിട്ടാണെങ്കിലും പുതിയ വസ്ത്രങ്ങളും കുറച്ച് ഊണ് കഴിക്കാനൊക്കെ സംഭരിച്ചു വയ്ക്കും. അതിന് 100, 200, 500 ഉറുപ്പിക കൊടുക്കാനും ആർക്കും മടിയുണ്ടാവില്ല. മനുഷ്യ മനസ്സിൻ്റെ ഒരു ആവശ്യമാണ്. ആ ഉത്സവം കൊല്ലത്തിലൊരിക്കലെങ്കിലും വേണം. മമ പർവാനുമോദനം. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും നടത്തുമ്പോൾ എന്തിനാണത് എന്ന് പറഞ്ഞ് പുച്ഛിക്കരുത്. ആരായാലും ഇപ്പോൾ ഒരു ഗ്രാമത്തിൽ 500 ആളുണ്ട്. ഉത്സവത്തിന് പോകുന്നവർ 150 പേരേ ഉള്ളൂ. ബാക്കി 250 പേരും ഇത് എനിക്കല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു നിൽക്കരുത്. ആ 150 പേർക്ക് കാണാനുള്ള ഉത്സവം അത് വേണ്ടതുപോലെ നടക്കട്ടെ. എനിക്ക് വയസ്സായി, താല്പര്യമില്ല, കൊട്ടലും പാട്ടലും ഒന്നും എനിക്ക് വേണ്ട എന്നുണ്ടെങ്കിലും ബാക്കിയുള്ളവർക്ക് വേണമെന്ന് പറഞ്ഞ് അതിനു വേണ്ട സമർപ്പണമോ പങ്കാളിത്തമോ നിങ്ങൾ കൊടുക്കാൻ ഒരിക്കലും മടിക്കരുത്. ഗീത താണ്ഡവവാദിത്ര ഗോഷ്ഠീഭിർ മദ്ഗൃഹോത്സവ. എന്തൊക്കെ അവിടെ നടത്തണം? പാട്ട്, താണ്ഡവം, നൃത്തം. വാദിത്രം എന്ന് പറഞ്ഞാൽ എന്താ? പല വിധത്തിലുള്ള പെർക്കുഷൻ ഇൻസ്ട്രുമെൻറ്റ്സ്, തിമില, മദ്ദളം, ചെണ്ട, അങ്ങനെ പലതും ഉണ്ടല്ലോ. കൊട്ടിയാൽ അങ്ങനെ വിറച്ച് ശബ്ദം കേൾപ്പിക്കുന്നത്, അങ്ങനെ കേൾപ്പിക്കുന്നതായ അങ്ങനെയുള്ള കാര്യങ്ങൾ.
ഗോഷ്ഠീഭിഹി മദ്ഗൃഹോത്സവ. എന്താ ഈ ഗോഷ്ഠി എന്ന് പറഞ്ഞാൽ? വിദ്വത് സദസ്സൊക്കെ നടത്തണം. എല്ലാം ഈ കൊട്ടലും പാട്ടലും വെടിക്കെട്ടും ആനയെഴുന്നള്ളിപ്പും അങ്ങനെ ആയാൽ പോരാ. മനുഷ്യർക്ക് കേട്ട് മനസ്സിലാക്കാനും ഗ്രഹിക്കാനും പറ്റിയ തരത്തിൽ ഈശ്വര കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതായ ചില രംഗങ്ങളും സന്ദർഭങ്ങളും വേണം. അതാണ് ഗോഷ്ഠീഭി മദ്ഗൃഹോത്സവ. ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താ? ദേവഗൃഹം, വാസഗൃഹമാണത്. ആ ദേവഗൃഹത്തിലുള്ള ഉത്സവങ്ങൾ ഇങ്ങനെയൊക്കെ വേണം നടത്താൻ. അതിൽ സംസ്കൃതമായിട്ടുള്ള ചില ഐറ്റംസൊക്കെ ആവാം, സാധാരണ താണ നിലവാരത്തിൽപ്പെട്ട ചില ക്രൂഡായിട്ടുള്ള ചില കാര്യങ്ങളും ആവാം. എന്തിനാണ് നമ്മൾ ഈ കഥന വയ്ക്കണത്? കഥന വെടിമരുന്ന്. ചിലർക്ക് അതിലൊക്കെ ഇഷ്ടമുണ്ട്. അവർ വെടിമരുന്നിന് മാത്രമായിട്ട് പണം കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ ആരാ എന്താന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ് ഇവിടെ ആവശ്യം. പലർക്കും പല സ്വഭാവവും പല ശീലവുമാണ്. അത് ഞാൻ ഒരൊറ്റയടിക്ക് മാറ്റണം എന്ന് പറഞ്ഞാൽ, നിങ്ങളോ പറഞ്ഞാൽ അത് തീരില്ല. പക്ഷേ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള സന്ദർഭങ്ങളും വേണം. അതുകൊണ്ട് വിദ്വത് സമ്മേളനങ്ങൾ ആവശ്യമാണ്. അവിടെ ഈശ്വരനാരാ, ഭക്തി എന്താ, ദേവപ്രതിഷ്ഠ എന്താ, അതിൽ ചൈതന്യം അവരോധിക്കുന്നത് എങ്ങനെ, അതിന് തേമാനം വരുന്നത് എങ്ങനെയാണ്, നവീകരണം എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ പല കാര്യങ്ങളും നിങ്ങളതിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കി തരാനുള്ള സന്ദർഭവും അവിടെ വേണം. യാത്ര ബലിവിധാനം ച സർവവാർഷിക പർവസു. യാത്ര, ഇടയ്ക്കിടയ്ക്ക് ആ ദേവനെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകണം. എപ്പോഴും ഇങ്ങനെ ഉള്ളിലിരുന്ന് കണ്ണുമൂടിയിരുന്നാൽ പറ്റില്ല. ജനങ്ങൾക്കൊക്കെ ഒന്ന് കാണാൻ പറ്റിയ തരത്തിൽ. ഇപ്പോൾ ശിവേലി എന്ന് പറഞ്ഞൊരു എഴുന്നള്ളിപ്പുണ്ടല്ലോ. ഇപ്പോൾ ഗുരുവായൂരിലൊക്കെ എന്നും ഉണ്ട്. വാദ്യഘോഷങ്ങളുള്ള സമയത്ത് അവർ വന്നിട്ട് തകില് വായിക്കും, നാഗസ്വരം വായിക്കും, അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ എഴുന്നള്ളിപ്പ് വളരെ മുഖ്യമാണ്. ആ എഴുന്നള്ളിപ്പ് എത്രയും ഗംഭീരമാക്കിയാൽ അത്രയും നല്ലത്. ആ എഴുന്നള്ളിപ്പ് സമയത്ത് ധാരാളം ആര് അവിടെ കൂടാനും പോകണം. അങ്ങനെ എഴുന്നള്ളിപ്പ്, ബലിവിധാനം ച, പല വിധത്തിലുള്ള പൂജകൾ, ബലി, തർപ്പണങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. സർവവാർഷിക പർവസു, ഒരു വർഷത്തിൽ പല പുണ്യദിനങ്ങളുമുണ്ട്. എന്തൊക്കെയാ പുണ്യദിനങ്ങൾ? നമുക്ക് പലതുമുണ്ട്. ഉത്തരായനം പിറക്കുന്നത് മകരം 1-ാം തീയതിയാണ്. മേടം 1-ാം തീയതിയാണ് പുതിയ വർഷം തുടങ്ങുന്നത്. ആഷാഢം വരുന്ന സമയപ്പോഴേക്കും പ്രകൃതം മാറി ദക്ഷിണായനായി. വൃശ്ചികം 1-ന് മണ്ഡലക്കാലം തുടങ്ങും. അങ്ങനെ പലതിനും പല വിശേഷ. നമ്മുടെ ഒരു ചൊല്ലുണ്ട്. എന്താ അത്? ചിങ്ങം വരുമേ വരുമിങ്ങോണം, കന്നി വരുമ്പോൾ നവരാത്രിയുമാം, നല്ല തുലാത്തിൽ ദീപാവലിയും, വൃശ്ചികമാസേ കാർത്തിക ദീപം, ധനുമാസത്തിൽ തിരുവാതിരയും, മകരം വരുവേ പൊങ്ങലുമുണ്ടാം, കുംഭത്തിൽ ശിവരാത്രിയുമായി, മീനത്തിങ്കൽ താലപ്പൊലിയും, മേടം വരുവേ വിഷുവന്നോണം, ഇടവം വരവേ വൈശാഖവുമാം, മിഥുനത്തിൽ കളിയോച്ചിറയുളവാം, കർക്കിടകത്തിൽ പുത്തിരിയൂണും. 12 മാസത്തേക്കുള്ള വിശേഷങ്ങളാണ്. ഇതൊക്കെ നമുക്ക് ആഘോഷിക്കാം. ഇത് കേരളത്തിലുള്ള ഒരു ചൊല്ല. ഞാൻ കുട്ടിക്കാലത്ത് അമ്മയുടെ അടുത്ത് നിന്ന് കേട്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പം നമുക്ക് ഇതൊക്കെ വാർഷിക സംഭവങ്ങളാണ്. നമ്മുടെ ജീവിതം എങ്ങനെയാണ്? ഭൂമിയിലാണ്. ഭൂമി എന്താ ചെയ്യണേ? വട്ടം തിരിയുങ്ങളാണല്ലോ ദിനങ്ങൾ ഉണ്ടാവുന്നത്. ആ ദിനത്തിൻ്റെ അംശങ്ങളാണ് മണിക്കൂർ, അരമണിക്കൂർ, മിനിറ്റ്, നിമിഷം എന്നൊക്കെ പറയണത്. അത് വർദ്ധിച്ചിട്ടാണ് ഒരാഴ്ച, പക്ഷം, മാസം ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ വട്ടം തിരിയുന്ന ചാക്രിക ഗതിയുള്ളതായ ഈ ലോകത്തിൽ ഈ വാർഷിക പുണ്യകാലങ്ങളും ഇങ്ങനെ മാറി മാറി വരും. ഏകാദശി, വാവ്, അക്ഷയതൃതീയ, 10-ാം ഉദയം, ഇങ്ങനെ പല വിശേഷങ്ങളും ഉണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ ആഘോഷിക്കണം. ആ ആഘോഷിക്കുന്നതിനോടൊപ്പം വൈദികി, താന്ത്രികി ദീക്ഷ, മദീയ വ്രതധാരണം, എല്ലാവരും ഇങ്ങനെ തൊഴുതു വന്നു. ചിലപ്പോൾ പുതിയ വസ്ത്രം ഉടുത്തിട്ട് പുതിയ വസ്ത്രം ഉടുക്കാതെ അത് പോരാ. അത് വിട്ട് ഒരു സ്റ്റെപ്പ് മേപ്പെട്ട് പോകണം. ആ സ്റ്റെപ്പ് മേപ്പെട്ട് പോകണമെന്നുണ്ടെങ്കിൽ ദീക്ഷ കൈക്കൊള്ളണം. എന്താണ് ഈ ദീക്ഷ? പ്രത്യേകമായ നിയന്ത്രണത്തോടും നിഷ്ഠയോടും കൂടി കുറച്ച് കാലം ചെലവ് ചെയ്യുന്നത്. ഇപ്പം നവീകരണം നടത്തുകയാണെന്ന് വെച്ചോളൂ. അപ്പോൾ ആ നവീകരണം നടത്താൻ റെസ്പോൺസിബിളായി ചുമതലക്കാരായിട്ടുള്ള കമ്മിറ്റി മാനേജ്മെൻ്റ് ഉണ്ടല്ലോ. അവരിൽ എത്ര പേര് വേണമെങ്കിലും എത്രയും പേര് ദീക്ഷ എടുത്തിരിക്കണം എന്നാണ് പറയുക. നവീകരണ പുണ്യകാലത്തിൽ മത്സ്യമാംസമൊന്നും കൂട്ടാതെ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചുകൊണ്ട്, പൊളി പറയാതെ, അനാവശ്യമായിട്ട് പുറത്തേക്ക് ദേശയാത്ര ചെയ്യാതെ, അങ്ങാടിക്കൊക്കെ പോക്കൊക്കെ കുറച്ച്, കാലത്ത് നേരത്തെ എണീറ്റ് കുളിച്ച്, എപ്പോഴും ആ ഈശ്വരൻ്റെ പേരും പറഞ്ഞ് ആശ്രയബുദ്ധിയോടുകൂടി അങ്ങനെ ഇരിക്കുക. ആരോടും ദേഷ്യപ്പെടരുത്. ഭഗവാന്റെ പേര് പറഞ്ഞ് തൊഴുക, എല്ലാവരെയും ഗ്രീറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഈ ദീക്ഷ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ശബരിമലയ്ക്ക് പോകുമ്പോൾ സ്വാമി ശരണം എന്ന് പറഞ്ഞൊരു ദീക്ഷയുണ്ടല്ലോ. അതൊരു ദീക്ഷയാണ്. അത് ജനങ്ങൾക്ക് എത്രത്തോളം ആവശ്യമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മുടെ ശബരിമല സന്നിധാനത്തിലേക്ക് കഴിഞ്ഞ കൊല്ലം 2.5 കോടി ജനങ്ങൾ ചെന്നു എന്നാണ് പറയുന്നത്. ആ 2.5 കോടി ജനങ്ങൾ ഇങ്ങനെ
ബ്രഹ്മചര്യം അടക്കമുള്ള ദീക്ഷ എടുത്ത് പലരും ചെരുപ്പില്ലാതെ നടന്നാണ് അവിടേക്ക് പോണത്. ആ കൂട്ടരെയാണ് മകരപുണ്യ സംക്രമ പുണ്യദർശനത്തിന് പകരം അവിടെ ഒരു കപടജ്യോതി ഉയർത്തി നിങ്ങൾ ഇങ്ങോട്ട് നോക്കൂ എന്ന് പറയുന്നത്. എത്ര വലിയ കളവാതെന്ന് നോക്കൂ. ഇങ്ങനെ ഒരു കളവ് കൊണ്ടുള്ള ജ്യോതി കാണാനാണോ അവിടെ പോണത്? അതോ അയ്യപ്പനെ പന്തളത്തിൽ നിന്ന് കൊണ്ടുവന്ന തിരുവാഭരണം അണിഞ്ഞു നിൽക്കുന്ന അയ്യപ്പനെ വളരെ ഭക്തിയോടുകൂടി കണ്ടു തൊഴുത് അനുഗ്രഹം മേടിച്ചു പോകാനോ? ആര് പറഞ്ഞു ഇങ്ങനെ ഒരു കപടജ്യോതി എഴുന്നള്ളിക്കാൻ? ഇതിനെന്താണ് സാങ്ഷൻ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതും ഇത്ര തപസ്സോട് കൂടിയിട്ടാണ് അവർ ചെയ്യുന്നത്. ഈ അയ്യപ്പനോ ആ പോകുന്ന ഭക്തന്മാർക്കോ അവരുടെ ഈ അയ്യപ്പ ഭക്തിയും ആ ദേവസന്നിധിയും അത് വിട്ടിട്ട് അതിന് പ്രശസ്തി കൂട്ടാൻ ഇനി ഒരു കപടജ്യോതിയും കൂടി വേണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ശബരിമല അയ്യപ്പന് പ്രസിദ്ധി കൂട്ടാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹശക്തി വർദ്ധിപ്പിക്കാനോ ഇങ്ങനെയുള്ള കാപട്യമാണോ എഴുന്നള്ളിക്കുക? അതോ ആ ദേവസന്നിധിയിൽ നവീകരണാദി വേദജപം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള തപസ് അവിടെ ചെയ്ത് അതിന് വർദ്ധിപ്പിക്കണോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവിടെ ഉയർത്തുന്ന ജ്യോതി ഉണ്ടല്ലോ, ആ ജ്യോതിയുടെ സ്ഥിതി എന്താ? ഒരു ബന്ധവും അവിടെ അയ്യപ്പനായിട്ടില്ല. അവിടെ ഒരു താന്ത്രിക ചടങ്ങോ ഒരു പുഷ്പോ ഒരു മന്ത്രോ ഒന്നും തന്നെ അതിലില്ല. പാൻ്റൊക്കെ ഇട്ടിട്ടുള്ളവർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ളവർ ഒരു ജ്യോതി എടുത്തിട്ട് അങ്ങോട്ട് ഉയർത്തുന്നു. നനഞ്ഞ ചാക്കുകൊണ്ട് മൂടി അത് 2 തവണ എടുത്തു മാറ്റിയിട്ടാണ് അതിന് ജ്യോതിത്രയം. ഇത് എവിടുന്ന് കിട്ടിയതിനുള്ള സാങ്ഷൻ? ഏത് ശാസ്ത്രത്തിലാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? സത്യവും ധർമ്മവും അതിൽ നിന്ന് കിട്ടുന്ന ചൈതന്യവും അനുഗ്രഹശക്തിയുമായി നിൽക്കുന്ന ദേവസന്നിധിക്ക് മാറ്റുകൂട്ടാൻ വേണ്ടി അവിഹിതമായി ഇങ്ങനെ ഒരു കപടജ്യോതിയും കൂടി എഴുന്നള്ളിച്ച് അത് ആകാശ ദൃശ്യമാണെന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കണമെന്ന് എവിടെയാണ് എഴുതിയിരിക്കുന്നത്? പോരെ ഇത്രയും നാൾ കബളിപ്പിച്ചത്? എന്നിട്ട് അത് മനുഷ്യനിർമ്മിതമാകാം. പക്ഷേ മനുഷ്യനിർമ്മിതമായാലും അത് വിശ്വാസത്തിൻ്റെ പാത്രമാണെന്നാണ് ഇവിടുത്തെ ഹിന്ദു സംഘടനകൾ മുഴുവൻ പറയണത്. നാണാവില്ലേ അവർക്കിത് പറയാൻ? സത്യാന്നാസ്തി പരോധർമ്മ. സത്യമല്ലാതെ ഒരു ധർമ്മവും ഇവിടെ ഇല്ല. അത് കവിഞ്ഞൊരു സത്യമില്ല. സത്യമേവ ജയതേ നാനൃതം. സത്യമേ ഇവിടെ ജയിക്കൂ, അനൃതം അസത്യം ജയിക്കില്ല എന്നുള്ള ഉപനിഷത്ത് പ്രഖ്യാപനമാണ് നമുക്ക്. അതാണ് സ്വാതന്ത്ര്യ സമയത്ത് നമ്മൾ സ്വീകരിച്ചത്, സത്യമേവ ജയതേ എന്ന്. ആ നാട്ടിലും ആ രാജ്യത്തിലും ആ പുണ്യഭൂമിയിലുമാണ് കഴിഞ്ഞ 45 കൊല്ലമായി ഈ ഒരു കാപട്യം എഴുന്നള്ളിച്ച് ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു നില. അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം അല്ലെങ്കിൽ ആ രീതി, കണ്ടന്റ്, ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് സമ്മതമാണോ? അതിപ്പോൾ ഇത്രയും കാലം നടന്നു, അതുകൊണ്ട് ഇനി നടക്കണമെന്നുണ്ടോ? ഒരു കള്ളൻ പിടികിട്ടാതെ 50 കൊല്ലം വാണ്ടു. 51ാമത്തെ കൊല്ലത്തിൽ അയാളെ പിടിക്കരുത്. 50 കൊല്ലം ഞാൻ ഇങ്ങനെ നടന്നു, ഇനി 51ാമത്തെ കൊല്ലത്തിൽ നിങ്ങൾ എന്തേ പിടിക്കാമെന്ന് ആരെങ്കിലും ചോദിക്കുമോ? ചികിത്സിച്ചാൽ മാറാത്തൊരു രോഗം 12 കൊല്ലം ഉണ്ടായിരുന്നു. 13ാമത്തെ കൊല്ലം അതിനൊരു മരുന്ന് കണ്ടുപിടിച്ചു. അത് മേടിച്ച് കഴിച്ച് ആ രോഗം ചികിത്സിച്ച് മാറ്റണോ? അതോ രോഗേ നീ ഇരുന്നോ, 12 കൊല്ലം ഇരുന്നുമല്ലോ, എന്നാൽ ഇനി ഒരു 30 കൊല്ലവും കൂടി ആവാമെന്ന് പറയണോ? അതിന് നമ്മളൊക്കെ പറയണത് ഞാൻ പലപ്പോഴും ആലോചിക്കുക. അപ്പോൾ എന്നോട് ചിലർ പറഞ്ഞു, സ്വാമിജിമാർ പുറത്തു വന്ന് ഇതിന് വേണ്ടതുപോലെ ഒരു നയനിർദ്ദേശം നൽകിയാൽ മാത്രമേ ഇവിടെ ജനങ്ങൾ ഇത് കേൾക്കുള്ളൂ. സർക്കാരും ഇതിനൊന്നും ചെയ്യില്ല, ദേവസ്വം ബോർഡും ചെയ്യില്ല. അപ്പം ഞാൻ ഇതിൽ നിന്നൊക്കെ വിട്ടിരിക്കുന്ന ആളാണ്. പ്രായമായി പിന്നെ ഇതിനൊക്കെ പോകണം എന്നുള്ള അഭിപ്രായവും മനസ്സിൽ അങ്ങനെയില്ല. അപ്പോൾ ഇങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ ഇതിൻ്റെ ശരിയായിട്ടുള്ള വിവരങ്ങൾ എഴുതി തരൂ എന്ന് പറഞ്ഞ് ചോദിച്ചു. അപ്പോഴാണ് ഹൈക്കോർട്ടിൽ നിന്ന് അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള ദേവസ്വം കമ്മീഷണർ എനിക്കൊരു എഴുത്തെഴുതി അതിൻ്റെ പൂർണ്ണ വിവരം തന്നത്. അപ്പോഴാണ് ഒരു പ്രസ് കോൺഫറൻസ് നടത്തി ഈ ജ്യോതി നിർത്തണം എന്നുള്ളൊരു നിലപാട് എടുത്ത് ഓംബുഡ്സ്മാൻ എഴുതി. ഓംബുഡ്സ്മാൻ ആ എഴുത്ത് ട്രാവൻകൂർ ദേവസ്വം ബോർഡിന് അയച്ച ഒരു മാസത്തിനുള്ളിൽ മറുപടി ചോദിച്ച വർത്തമാനത്തിന് അദ്ദേഹം എഴുത്തിൻ്റെ പകർപ്പ് ഞങ്ങൾക്ക് അയച്ചു തന്നു. ഇനിയിപ്പോൾ ഞാൻ കളക്ടർക്കും ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞ് ഈ കാര്യം നിർത്തിയേ തീരൂ എന്നുള്ളൊരു നിലപാടെടുത്തിരിക്കുകയാണ്. അതിന് പുറപ്പെടണം. എവിടെ എത്തുന്നുള്ളത് പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഗോഷ്ഠീഭിർ മദ്ഗൃഹോത്സവ. ഒരു ക്ഷേത്രത്തിൽ എന്തൊക്കെ നടക്കാം, എന്തൊക്കെ നടക്കാൻ പാടില്ല, എങ്ങനെ നടത്തണം, ആ ദേവചൈതന്യം വർദ്ധിക്കാനും അനുഗ്രഹശക്തി കൂട്ടാനുമുള്ള കർമ്മങ്ങൾ അസത്യജടിലമോ അതോ സത്യബദ്ധമോ? ഓരോരുത്തരും മറുപടി പറയണം. ഓരോരുത്തരും മറുപടി പറയണം. ഇവിടെ പേടിക്ക് സ്ഥാനമില്ല, ഇടുക്കത്തിന് സ്ഥാനമില്ല. പഴഞ്ചനാണെന്നുള്ളതിൻ്റെ പേരിൽ എന്തും ഇവിടെ പ്രസിദ്ധമാണെന്ന് പറഞ്ഞാൽ പറ്റില്ല. നമ്മുടെ നാട് അങ്ങനത്തതല്ല. സത്യത്തിനെ ആദരിക്കുന്നവരാണ് നമ്മൾ, ധർമ്മത്തിനെ ആദരിക്കുന്നവരാണ്. കാപട്യത്തിന് ഒരിക്കലും നമ്മൾ അംഗീകാരം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇതിൽ നല്ല ഒരു നിലപാടെടുക്കാൻ ഭക്തന്മാരും ധർമ്മചിന്തകരുമായ എല്ലാവർക്കും ഒരു ബാധ്യതയുണ്ട്. നിങ്ങൾക്ക് മനുഷ്യ ഹൃദയമുണ്ടോ, ഭക്തിയുണ്ടോ, ഈശ്വര വിശ്വാസമുണ്ടോ, സത്യത്തിന് പുലർത്തും, അസത്യത്തിനല്ല. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ എന്തു വേണം? അറിവുള്ളവർ,
ഇതിനെ എല്ലാറ്റിനെയും വ്യാഖ്യാനിച്ച് ശാസ്ത്രം വായിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഗോഷ്ഠീഭിർ മദ്ഗൃഹോത്സവ, എൻ്റെ ഗൃഹത്തിൽ പല വിധത്തിലുള്ള ഉത്സവം വേണം. ആ ഉത്സവത്തിന് ഇതൊക്കെ വേണം. യാത്രാ ബലിവിധാനം ച സർവവാർഷിക പർവസു വൈദികീ താന്ത്രികീ ദീക്ഷ മദീയവ്രതധാരണം. എന്തിനാ ഞാനിതൊക്കെ പറഞ്ഞത്? മദീയവ്രതധാരണം, എന്നെ സംബന്ധിച്ച വ്രതമുണ്ട്. ആ വ്രതത്തിൻ്റെ മഹിമയാണ് ശബരിമലയിൽ ഇത്ര അധികം ആൾക്കാർ പോകുന്നത്. അല്ലെങ്കിൽ പോവില്ല. അവർക്ക് ആ ബ്രഹ്മചര്യവും ആ സ്വാമി ശരണവും കണ്ടാലൊക്കെ സ്വാമി ശരണം സ്വാമി ശരണം എന്നാണ് അവർ വിളിക്കുക, പറയുക. ഒരു പരിപൂർണ പരിവർത്തനം അവർക്കുണ്ടാവണത്. ആ പരിവർത്തനം ഒരു 2 മാസം അല്ലെങ്കിൽ 1 മാസമെങ്കിലും അനുഭവിക്കാൻ മനുഷ്യഹൃദയം കൊതിക്കണം അതിന്. ആ വ്രത കുതുകികളായിട്ടുള്ളവരാണ് അവിടെ പോണത്. അവരെ അതർഹിക്കുന്ന ഒരു സമീപനത്തോടു കൂടി വിളിച്ച് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് അവർക്കൊരു ഇമ പോലും കോട്ടം വരാതെ മടക്കി പറഞ്ഞേക്കുന്നതിന് പകരം 248 പേരാണ് മരിച്ചിരിക്കുന്നത് ഇതുവരെ. 248 പേർ. ഇങ്ങനെ 248 പേരെ കൊല്ലാൻ നമ്മുടെ ദേവസ്വം ബോർഡിനോ ഹോം ഡിപ്പാർട്ട്മെൻറ്റിനോ കളക്ടർക്കോ ആരാ അനുവാദം കൊടുത്തിരിക്കുന്നത്? ഇവിടെ നമ്മുടെ രാജ്യത്തിൽ ആരാരെല്ലാം പുണ്യദർശനത്തിന് പോകുന്നു അവരുടെ ശരീരത്തെയും അവരുടെ വസ്തുവകകളെയും സംരക്ഷിക്കുന്നതാണോ ഭരണഘടന അനുശാസിക്കുന്ന കടമ ഇവിടെ? അതോ അവരെ വധത്തിന് ഇരയാക്കി തീർക്കുന്നതോ? ഭൂമാനന്ദ സ്വാമിയുടെ ചോദ്യം വളരെ ഗൗരവമുള്ള ചോദ്യമാണ്. മനസ്സിലാക്കണം നിങ്ങൾ. ഞാൻ കളക്ടർക്ക് എഴുതാൻ പോവാണ്. എന്തെന്ന്? നമ്മുടെ ഭരണഘടനയ്ക്ക് വിധേയമായിട്ടാണ് പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ആളാണെന്ന്. അങ്ങയുടെ ഡൊമൈനിലുള്ള അധികാര പരിധിയിൽപ്പെട്ട എല്ലാ വസ്തുവകകളെയും ജീവനെയും രക്ഷിക്കാൻ അങ്ങയ്ക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യതയെ പൂർണ്ണമായി നിർവഹിക്കണം. ഇനി ശബരിമലയിൽ ഒരൊറ്റ മരണം ഉണ്ടായിക്കൂടാ. ഈ മകരജ്യോതി കാണാൻ 3% ജനങ്ങളെ അവിടെ വരുന്നുള്ളൂ. 2.5 കോടിയിൽ. മകരജ്യോതി അങ്ങോട്ട് അസ്തമിച്ചത് കൊണ്ട്, അത് പിൻവലിച്ചത് കൊണ്ട് ശബരിമലയിലേക്കുള്ള വരുമാനവും യാത്രയും കുറയുന്ന എങ്ങനെ പറയും? 2.5 കോടി ജനങ്ങളിൽ 3% മകരജ്യോതി കാണാനുള്ളൂ. ബാക്കിയുള്ളവരൊക്കെയോ? മദീയവ്രതധാരണം. ആ വ്രതത്തിന് എത്ര മഹിമയുണ്ടെന്ന് ആലോചിക്കൂ. ആ വ്രതധാരികളെ അവരർഹിക്കുന്നതും അവരോട് പൊരുത്തപ്പെടുന്നതുമായ ഒരു സമീപനത്തോടു കൂടിയാണോ ദേവസ്വം ബോർഡും പോലീസും കളക്ടറുമെല്ലാം സമീപിക്കുന്നത് എന്ന് ഞാൻ തുറന്നു ചോദിക്കുന്നു. അത് ചോദിക്കാനുള്ള അവകാശം, ചുമതല എനിക്കുണ്ട്, എന്നെപ്പോലെ ഒരാൾക്കുണ്ട്. ഞങ്ങൾ സന്യാസിമാരാണ്. ലോകസംഗ്രഹമാണ് ഞങ്ങളുടെ ദൗത്യം. തെറ്റായ മാർഗത്തിൽ ലോകം നടക്കുമ്പോൾ ആ മാർഗം ശരിയല്ല എന്ന് പറഞ്ഞ് അതിനെ പിൻവലിപ്പിച്ചു കൊണ്ടുവരാൻ ആത്മബലത്തോടുകൂടി, വിവേകത്തോടുകൂടി, വിശേഷ ബുദ്ധിയോടുകൂടി അനുശാസിക്കുന്നവരാണ് ഞങ്ങൾ. അതാണ് ഞങ്ങളുടെ ചുമതല. ആ ചുമതലയുടെ പേരിലാണ് ഈ ദൗത്യം പ്രഥമഗത്യ കുറച്ചൊന്നും നമ്മൾ സ്വീകരിച്ചത്. മമാർച്ചാസ്ഥാപനേ ശ്രദ്ധ സ്വതസംഹത്യ ചോദ്യമ ഉദ്യാനോപവനാക്രീഡ പുരമന്ദിര കർമ്മണി. നോക്കൂ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എനിക്കിതൊക്കെ വായിക്കുമ്പോൾ വല്ലാത്ത ഒരു ഫീലിംഗാണ് എൻ്റെ മനസ്സിലുണ്ടാവുന്നത്. എൻ്റെ മനസ്സിലുണ്ടാവുന്ന അനുഭവം നിങ്ങളൊന്ന് ഗേജ് ചെയ്ത് ഒന്ന് ടാപ്പ് ചെയ്ത് എടുത്താൽ കൊള്ളാമെന്നുണ്ട്. എത്ര ഭംഗിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മമാർച്ചാസ്ഥാപനേ ശ്രദ്ധ. എൻ്റെ വിഗ്രഹങ്ങൾ സ്ഥാപിക്കുന്നതിൽ ശ്രദ്ധ വേണം ഭക്തന്. ഭക്തൻ എന്ന് പറഞ്ഞാൽ എന്തിനാ ക്ഷേത്രം എന്ന് ചോദിക്കുന്നവനാവരുത്. ക്ഷേത്രം വേണം നമുക്ക്. അത് നിലനിൽക്കണം. അനുഗ്രഹ കേന്ദ്രമായി നിലനിൽക്കണം. ചൈതന്യധാമമായി നിലനിൽക്കണം. അതിനു വേണ്ട തപസ്സും വ്രതവും നിഷ്ഠയും ഒക്കെ അവിടെ വേണം. മാന്ത്രിക താന്ത്രിക ചടങ്ങുകൾ വേണം. വാർഷിക ദിനങ്ങൾ ആചരിക്കണം. അന്നദാനം വേണം. ഒക്കെ അവിടെ ഭംഗിയായിട്ട് നടക്കണം. മമാർച്ചാസ്ഥാപനേ ശ്രദ്ധ സ്വതഃ സംഹത്യ ചോദ്യമ. ഒറ്റയ്ക്ക് തൻ്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ ആ പണം മുഴുവൻ മുടക്കി ഒരു ക്ഷേത്രം പണിയുന്നതിന് വിരോധമില്ല. എന്താ? നിങ്ങളുടെ മക്കൾക്കൊക്കെ 2 വീട് കെട്ടിയാലും ആ 2 വീട് കെട്ടിയതിലുള്ള പുണ്യം എത്രയുണ്ടോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ്. ഇനി ഉണ്ടെന്ന് വയ്ക്കുക. അതിനേക്കാളൊക്കെ എത്രയോ കൂടുതലാണ് ദേവനൊരു ഗൃഹം പണിയണത്. അപ്പോൾ സ്വന്തമായിട്ട് പണമുണ്ടെങ്കിൽ അത് മുഴുവനും ഉപയോഗിച്ച്, അല്ലെങ്കിലോ സംഹത്യ ചോദ്യമ, പലരുമായി കൂടിച്ചേർന്ന് പലരുടെ അടുത്തു നിന്നും പിരിച്ചെടുത്ത് ഒരു ക്ഷേത്രം, ഒരു ദേവഗൃഹം ഉണ്ടാക്കാൻ നോക്കുക. അതുപോലെ ആ ദേവഗൃഹത്തിന് വർധനയാവാം. മഹാക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഉദ്യാന ഉപവന ക്രീഡ പുര മന്ദിര കർമ്മണി. നിങ്ങൾ കേൾക്കുന്നുണ്ടോ അത്? Where can you find such a civilization? My dear souls, you are quite blind and you are deaf also. I sometimes feel you don't have the heartiness on the one hand and the readiness on the other to understand and appreciate what all is said by our culture. എത്ര വിശേഷപ്പെട്ട പറയുന്നത്. സ്വതഃ സംഹത്യ ചോദ്യമ ഉദ്യാന ഉപവന
ക്രീഡ ഉപവനാ ക്രീഡ പുരമന്ദിര കർമ്മണി. ഒരു ദേവാലയം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ശ്രീകോവിലും ഒരു ചുറ്റമ്പലവും അല്ല. ആ ചുറ്റമ്പലത്തിന് ചുറ്റും വലിയൊരു തിരുമുറ്റമാകാം, ഒരു മതിലാകാം. ആ മതിലിൻ്റെ അപ്പുറത്ത് ഇവിടെ വടക്കുനാഥനിൽ കൊക്കർണി കിക്കർണി എന്നൊക്കെ പറയില്ലേ, അവിടെ പശുക്കളുണ്ട്, മൂരികളുണ്ട്. ഗുരുവായൂരത്തെ മാതിരി അല്ലാത്രേ നല്ലോണം നടത്തണമെന്ന ഒരാൾ അടുത്ത കാലത്ത് വന്ന് പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ആ ഉപവനം, ഉദ്യാനം എന്ന് പറഞ്ഞാൽ ഒരു പൂന്തോട്ടം. ഉപവനം എന്ന് പറഞ്ഞാലോ കായ്കനികൾ ഉണ്ടാക്കാനുള്ള ഒരു സ്ഥലം. അവിടെ അന്നദാനം ഉണ്ടെങ്കിൽ ആ അന്നദാനത്തിന് വേണ്ട കായോ നാളികേരോ ഒക്കെ അവിടെ നിന്ന് തന്നെ കിട്ടിക്കോട്ടെ. അങ്ങനെ ഒരു ഉപവനം ആഡ് ചെയ്യാം. ആ ക്രീഡപുരമന്ദിര കർമ്മണി. മനുഷ്യർക്ക് കളിക്കാൻ, കുട്ടികൾക്ക് കളിക്കാൻ പ്രത്യേകിച്ചും. കുട്ടികൾ എന്ത് ചെയ്യും? അവർക്ക് കളി വളരെ പ്രധാനമാണ്. മുതിർന്നവർക്ക് കളിയല്ല വേണ്ടത്. ഒരു പക്ഷേ ക്ലബ്ബായിരിക്കാം അവരിഷ്ടപ്പെടുന്നത്. ഇവർക്ക് കളിക്കണം. അപ്പോൾ കളിക്കാനുള്ള സ്ഥലം എവിടെയാണ് ഉണ്ടാവുക? അവസാനം വടക്കുനാഥൻ്റെ തിരുമുറ്റുണ്ടല്ലോ, ആ പറമ്പിലാണ്, ജഡ എന്ന് പറയുന്ന സ്ഥലത്താണ് കുട്ടികൾക്കുള്ള ബാലവാടിയോ ബാലമന്ദിരോ ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ പാർക്ക്. വേറെ സ്ഥലമില്ല തൃശ്ശൂർ. അപ്പോൾ ഒരു ഈശ്വരനെ ചൊല്ലി എന്തെല്ലാം ചെയ്യാന്നുള്ളത് നിങ്ങൾ ആലോചിക്കൂ. ഒരു കാഴ്ചഗോപുരം അത് മാത്രമൊന്നുമല്ല, അതിന് തൊട്ടടുത്ത് നിങ്ങൾക്ക് ഉദ്യാനമുണ്ടാക്കാം, ഉപവനമുണ്ടാക്കാം. ഉദ്യാനോപവന ക്രീഡ പുരമന്ദിര കർമ്മണി. അവിടെ നിങ്ങൾക്ക് 4 ഭാഗത്തും കളിസ്ഥലം ഉണ്ടാക്കാം, വാസസ്ഥലങ്ങൾ ഉണ്ടാക്കാം, സത്രങ്ങൾ പണിയാം. ഇതൊക്കെ ഒരു ജന്മത്തിലോ ഒരു തലമുറയോ ചെയ്യേണ്ടതല്ല, കുറേശ്ശെയായിട്ട്. നിങ്ങൾ നല്ല പോലെ ആലോചിച്ചോളൂ. ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വലിയ ഒരു സങ്കേതമാണിത്. അതിൽ ദേവൻ എന്ന് പറയുന്നത് ഹൃദയം പോലെ ഒന്നാണ്, ആ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ ഉള്ള വിഗ്രഹം. ആ പൂർണ്ണ ശരീരം എന്ന് പറയുന്നത് പുറം മതിലിൻ്റെ പുറം ചുറ്റളവ് വരെയാണ്. ആ പുറം ചുറ്റളവിൻ്റെ ഉള്ളിലങ്ങോട്ട് കിടന്നാൽ ദേവശരീരം സ്പർശിച്ചു കഴിഞ്ഞു നമ്മൾ. അതിൻ്റെ ഹാർട്ടിരിക്കാണ് പിന്നെ ചെല്ലാൻ പോകുന്നത്. അപ്പോൾ ആ മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ മനസ്ഥിതി മാറണം. അവിടെ നാരായണ, കൃഷ്ണ, ഗോവിന്ദ, മുരാരേ, ഹരേ എന്നുള്ള വാക്കുകളൊക്കെയാണ് വരേണ്ടത്. നിൻ്റെ വീട്ടിൽ കല്യാണം എന്നാ നിശ്ചയിച്ചിരിക്കണമെന്ന് ചോദിക്കുകയല്ല വേണ്ടേ മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ ചെന്ന്. അത് മറക്കാനാണ് അവിടെ ചെല്ലുന്നത്. അപ്പോൾ അവിടെ സോഷ്യലൈസേഷൻ ഒന്നും വേണ്ട. അവിടെ നല്ലപോലെ കണ്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ വേണ്ടതുപോലെ ചെയ്യുക. പുരമന്ദിര കർമ്മണി സമ്മാർജനോപലേപാഭ്യാം സേകമണ്ഡലവർത്തനൈ ഗൃഹശുശ്രൂഷണം മഹ്യം ദാസവദ്യതമായയാ. സമ്മാർജനോപലേപാഭ്യാം സേകമണ്ഡലവർത്തനൈ ഗൃഹശുശ്രൂഷണം. അവിടെ പല വിധത്തിലുള്ള അലങ്കാരങ്ങൾ നമുക്ക് ചെയ്യാം. ഇപ്പം മണ്ഡപങ്ങൾ ഉണ്ടെങ്കിൽ വിശേഷ ദിവസങ്ങൾക്ക് പ്രത്യേകിച്ചും അടിച്ച് തെളിച്ച് വെടുപ്പാക്കുക. അതൊരു പക്ഷേ അവിടെയുള്ള കഴകക്കാരെ കൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും നാട്ടുകാർ പോകൂ, ഒരു കമ്മിറ്റി ഉണ്ടാക്കൂ, എന്നിട്ട് ആ ക്ഷേത്രം വെടുപ്പാക്കിയെടുക്കൂ, പുല്ല് ചെത്തുക, വിശേഷ ദിവസത്തിന് ജനങ്ങൾക്ക് വരാനുള്ള സൗകര്യം ഒരുക്കുക. എവിടെയൊക്കെ മാറോലുണ്ടോ അതൊക്കെ അടിച്ചു നീക്കുക, ചെതലുണ്ടെങ്കിൽ അത് അടിക്കുക, തുടയ്ക്കുക. സമ്മാർജന ഉപലേപാഭ്യാം. പഴയ കാലത്ത് മെഴുകലുണ്ടായിരുന്നു, ഇപ്പം മെഴുകണ്ട. വല്ല പൊടികളൊക്കെ ഇട്ട് നല്ല പോലെ അടിച്ചു വെടുപ്പാക്കി കളഞ്ഞാൽ മതി, ചകിരി കൊണ്ടോ ബ്രഷ് കൊണ്ടോ ഒക്കെ. സേകമണ്ഡലവർത്തനൈ. എന്നിട്ട് ഭംഗിയായിട്ട് അണിയുക. ഈ കോലമിടുക എന്നൊക്കെ പറയില്ലേ, അതേമാതിരി അണിഞ്ഞ് വെടുപ്പാക്കുക. ഒരു പുതിയ കാഴ്ച അന്ന് വന്നാൽ അത് കാണാനൊന്നും ഉണ്ടാവണം. സേകമണ്ഡലവർത്തനൈ ഗൃഹശുശ്രൂഷണം. ആ ദേവഗൃഹത്തെ ശുശ്രൂഷിക്കുക. ദേവനെ ശുശ്രൂഷിക്കാൻ അവിടെ പൂജാരിമാരും കീഴ്ശാന്തിമാരും ഒക്കെ ഉണ്ട്. ആ ദേവഗൃഹത്തെ ശുശ്രൂഷിക്കാൻ ശാന്തിക്കാരൻ പുറപ്പെടില്ല, അത് നാട്ടുകാരും ഭക്തന്മാരുമാണ് ചെയ്യേണ്ടത്. ദാസവത് യത് അമായയാ. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു കാപട്യവും ഉണ്ടാവരുത് അവരുടെ കയ്യിൽ. അവർ സ്നേഹത്തോടും ഭക്തിയോടും കൂടി ചെയ്യണം. അവിടെ പണത്തിൻ്റെ ഒരു ചോദ്യം വരരുത്. അയാൾ വന്നില്ലല്ലോ, അയാൾ വന്നാൽ ഞാനും വരാം, അവൾ വരട്ടെ അപ്പം ഞാനും വരാം, ലക്ഷ്മിക്കുട്ടി വന്നാൽ നാരായണി വരും, അങ്ങനെയൊന്നും പറയരുത് നിങ്ങൾ. അവനവൻ്റെ മനസ്സിൽ തോന്നിയത് അങ്ങോട്ട് ചെയ്യുക, അത് മാത്രമാണ് അവിടെ പ്രമാണം. ദാസവത് യത് അമായയാ. അമാനിത്വം അദംഭിത്വം കൃതസ്യ അപരികീർത്തനം. അമാനിത്വം. ഇങ്ങനെ എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ ആ ചെയ്തതിന് ഞാനാ ചെയ്തതേ, നിങ്ങൾ കണ്ടാൽ മനസ്സിലാക്കണേ ഞാൻ ചെയ്തു, അങ്ങനെയുള്ള വിചാരം പാടില്ല. അമാനിത്വം അദംഭിത്വം. തൻ്റെ യോഗ്യത പുറത്ത് പ്രദർശിപ്പിക്കാനുള്ള ദംഭം, അങ്ങനെയുള്ള പ്രകടനം അതും വേണ്ട. കൃതസ്യ അപരികീർത്തനം. താൻ എന്തെങ്കിലും ചെയ്താൽ ചെയ്തു 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 എന്ന് പറഞ്ഞു നടക്കേണ്ട ആ കാര്യവും പാടില്ല. പിന്നെ ഒരു കാര്യം ഇവിടെ പറയാം. അഭിദീപാവലോകം മേനോപയുഞ്ജാൻ നിവേദിതം. ഈശ്വരന് എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ ആ കൊടുത്ത സാധനം വേറൊരു കാര്യത്തിന് ഉപയോഗിക്കരുത്. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്നറിയോ? ദീപാവലോകം മേ. എനിക്ക് ദീപാരാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ദീപം അല്ലെങ്കിൽ മറ്റു പ്രകാരത്തിലുള്ള ദീപം, അത് നോപയുഞ്ജാത് നിവേദിതം. അത് ഈശ്വരന് കൊടുത്തതാ. ആ കൊടുത്തത് നിങ്ങൾ കൊണ്ടുപോയി വീട്ടിലൊന്ന് കൊളുത്തി കാണിക്കരുത്. ഇപ്പം കഴകക്കാരത് കഴുകി കൊണ്ടുപോയി.
ആ കഴുകി കൊണ്ടുപോയ സമയത്ത് എന്തോ വെളിച്ചത്തിൻ്റെ കുറവ് വന്നു. അതിലെന്തെങ്കിലും വെച്ച് കത്തിച്ചു ഒന്ന് കാണിച്ചു കൊണ്ടുപോയി. അത് ചെയ്യാൻ പാടില്ല. ഈശ്വരന് കൊടുത്തതാ, അത് ദിവ്യമായിട്ടിരിക്കണം. അതും നമ്മുടെ കുടുംബവും കൂടി കലർത്താൻ പാടില്ല. അത് അദ്ദേഹത്തിന് മാത്രം വേണ്ടിയിട്ടുള്ളതാണ്. അഭിദീപാവലോകമ്മേ നോപയുഞ്ച്യാത് നിവേദിതം. ഭഗവാന് വേണ്ടി സമർപ്പിച്ച ഒരു സംഗതി പിന്നീട് രണ്ടാമത് നമ്മുടെ സ്വത്തിലേക്ക് വന്ന് ചേരരുത്. സ്ക്രൂപ്പുലസ്ലി കീപ്പ് ഇറ്റ് അവേ. ഇതിനെപ്പറ്റി ഉപനിഷത്തിൽ വലിയ കഥയൊക്കെയുണ്ട്. ഒരാൾ ഒരു പശുവിനെ കൊടുത്തു. ആ കൊടുത്ത പശു കൂട്ടം മാറി മടങ്ങി വന്നു. അത് മനസ്സിലായില്ല. അങ്ങനെ എങ്ങനെയെന്നും പറഞ്ഞ് വലിയ തർക്കവും വിഷമമൊക്കെ ആയി. അങ്ങനെയൊന്നും ഇടവരരുത്. ഇപ്പോൾ ഈശ്വരൻ എന്തെങ്കിലും കൊടുക്കുമ്പോൾ നിങ്ങൾ 10 കിലോ പഞ്ചസാര മേടിച്ചു, അതിന് 2 കിലോ എടുത്ത് ക്ഷേത്രത്തിലേക്കോ മറ്റൊരു സംഗതിക്കോ കൊടുത്തയക്കുകയല്ല. ആദ്യമേ കൂട്ടി 2 കിലോ വേറെ മേടിക്കണം, വേറെ പാത്രത്തിൽ. അത് കൊണ്ടുപോകുമ്പോൾ നിലത്ത് വയ്ക്കാതെ കൊണ്ടുപോയി കൊടുക്കണം. എത്രത്തോളം വൃത്തിയും ശ്രദ്ധയും ശുദ്ധിയും നിങ്ങൾക്കതിൽ ചെലുത്താൻ പറ്റുമോ അത്രത്തോളം ചെലുത്തൂ. ഇത് കുട്ടികളെയും പറഞ്ഞ് പഠിപ്പിക്കണം. ഇതേ ക്ഷേത്രത്തിന് വേണ്ടി മേടിച്ചതാ, ഒരൊറ്റ സ്ഥലത്ത് വയ്ക്കരുത് കേട്ടോ, കൂടി കലർത്തരുത്. ഇതൊക്കെയാണ് ചിട്ട എന്ന് പറയുന്നത്. യദ്യദിഷ്ടതമം ലോകേ യച്ചാതിപ്രിയമാത്മനഃ തത്തന്നിവേദയേൻ മഹ്യം തദാനന്ദ്യായ കൽപ്പതേ. യദ്യദിഷ്ടതമം ലോകേ യച്ചാതിപ്രിയമാത്മനഃ. കേട്ടോളൂ, എവിടെ പോയിന്ന്. യദ്യദിഷ്ടതമം ലോകേ, ഈ ലോകത്തിൽ എന്തെല്ലാം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ടുണ്ടോ, യച്ചാതിപ്രിയം ആത്മനഃ, തൻ്റെ ആത്മാവിന് ഏറ്റവും പ്രിയം എന്ന് തോന്നുന്നത് എന്തൊക്കെയുണ്ടോ അതാണ് ഭഗവാന് കൊടുക്കേണ്ടത്. തത്തന്നിവേദയേൻ മഹ്യം തദാനന്ദ്യായ കൽപ്പതേ. അതാണ് ഈശ്വരന് വേണ്ടി കൊടുക്കേണ്ടത്. എനിക്ക് വേണ്ടി തത്തത് നിവേദയേ, അതാണ് നിവേദിക്കേണ്ടത്. അങ്ങനെ വന്നാലോ തദാനന്ദ്യായ കൽപ്പതേ, എന്നാൽ അനന്തഫലമായി. അതുകൊണ്ട് ചിലരൊക്കെ പോകും, ഗയാശ്രാദ്ധം കഴിച്ചാൽ എന്തെങ്കിലും ചിലത് ഇഷ്ടപ്പെട്ടത് ഉപേക്ഷിക്കണം എന്നുണ്ട്. എന്താ ഈ ഇഷ്ടപ്പെട്ടത്? മാമ്പഴമായിരിക്കാം, അല്ലെങ്കിൽ നേന്ത്രപ്പഴമാവാം. അപ്പോൾ അവർ ഇഷ്ടപ്പെട്ടത് ഉപേക്ഷിക്കുന്നതിന് പകരം കാഞ്ഞിരക്കായ ഉപേക്ഷിച്ച് വന്നിട്ട് കാര്യമുണ്ടോ? ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഉപേക്ഷിക്കുക. അപ്പോൾ നേന്ത്രപ്പഴമാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ഗയാശ്രാദ്ധം കഴിഞ്ഞാൽ നേന്ത്രപ്പഴം ഞാൻ ഇനി കഴിക്കില്ല എന്ന് പറയണം. അപ്പോഴേ അത് ത്യാഗമായുള്ളൂ. നല്ലവരങ്ങനെയാ ചെയ്യുക. തദാനന്ദ്യായ കൽപ്പതേ. സൂര്യോഗ്നിർബ്രാഹ്മണോ ഗാവോ വൈഷ്ണവഃ ഖം മരുജ്ജലം ഭൂരാത്മാ സർവഭൂതാനി ഭദ്രപൂജാപദാനി മേ. നിൽക്കണില്ല. നോക്കൂ, കൃഷ്ണൻ അങ്ങോട്ട് ലൈസൻസ് കൊടുത്തിരിക്കുക. എത്രയോ വക്കുകളും ശൃംഖലകളും പാറി പടർന്ന് പറയുകയാണ്. ഭക്തിയുടെ ഒരു പരിശീലനം. എവിടെ വേണമെങ്കിൽ ഏത് തുമ്പ് വേണമെങ്കിൽ എടുത്തോളൂ. ഇനി എന്നെ ക്ഷേത്രത്തിൽ മാത്രമേ ഉപാസിക്കാൻ പറ്റുള്ളൂ എന്ന് അങ്ങനെയുണ്ടോ? ഇല്ല. എന്നെ പൂജിക്കാനുള്ള സ്ഥാനങ്ങൾ അനവധിയാ, ഒന്നിലധികമുണ്ട്. ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. സൂര്യോഗ്നിർബ്രാഹ്മണോ ഗാവോ വൈഷ്ണവഃ ഖം മരുജ്ജലം ഭൂരാത്മാ സർവഭൂതാനി ഭദ്ര പൂജാപദാനി മേ. ശ്രേഷ്ഠമായി എന്നെ പൂജിക്കാനുള്ള സ്ഥലങ്ങൾ എന്തൊക്കെയുണ്ട്? അതിൽ സ്ഥാവരങ്ങളുണ്ട്, ജംഗമങ്ങളുണ്ട്, മനുഷ്യരുണ്ട്, എല്ലാമുണ്ട്. ആദ്യമായിട്ട് സൂര്യൻ. ഈ സൂര്യൻ പൂജ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥാനമാണ്, ഒരു ഗോളമാണ്. ദിവസേന കാലത്ത് ഉദിക്കുന്നു. നമ്മൾക്ക് അങ്ങോട്ട് എത്താനൊന്നും പറ്റില്ല. അദ്ദേഹം ഇങ്ങോട്ട് സൂര്യരശ്മികൾ തരണതേ ഉള്ളൂ. അപ്പോൾ ആരെങ്കിലും കിടന്നാക്രമിച്ച് കീഴടക്കി അശുദ്ധിപ്പെടുത്തിയെന്നൊന്നും വരില്ല സൂര്യനെ. അപ്പോൾ സൂര്യനെ ആദ്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഒന്ന് അഗ്നി, എല്ലാറ്റിനെയും ദഹിപ്പിച്ച് വെണ്ണീറാക്കണം. ഒരിക്കലും അശുദ്ധിയില്ല അതിന്. ബ്രാഹ്മണോ ഗാവോ, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ശുദ്ധ സത്വമൂർത്തി. അദ്ദേഹം ലോകത്തിനെ ഒരിക്കലും ഉപദ്രവിക്കില്ല, എല്ലാവരെയും അനുഗ്രഹിക്കുകയുള്ളൂ. ഗാവഹ, പശുക്കൾ. 4 മുലയുള്ള പശുക്കളാണ്. ഓരോ കുട്ടിയെ പ്രസവിക്കുള്ളൂ. ആ 3 മുലയിലുള്ള പാല് മനുഷ്യർക്കായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ പശു. വൈഷ്ണവ, വിഷ്ണുഭക്തൻ. ഖം, ആകാശം. മരുത്, മരുഭൂമി. ജലം, വെള്ളം. ഭൂഹു, ഭൂമി. ആത്മാ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇത്രയൊക്കെ പറഞ്ഞു. പിന്നെ പറയണത് എന്താ? ആത്മാ, അവനവൻ തന്നെ. സർവഭൂതാനി, എല്ലാ ഭൂതങ്ങളും. ഭദ്ര പൂജാപദാനിമേ. ഹേ ഭദ്ര, ഇതെല്ലാം തന്നെ എന്നെ പൂജിക്കാനുള്ള സ്ഥലങ്ങളാണെന്ന്. അപ്പോൾ ഇന്ന സ്ഥലത്തെ എന്നെ പൂജിച്ചോളൂ എന്നില്ല. ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. സൂര്യോഗ്നിർബ്രാഹ്മണോ ഗാവോ വൈഷ്ണവഃ ഖം മരുജ്ജലം ഭൂരാത്മാ സർവഭൂതാനി ഭദ്ര പൂജാപദാനി മേ. സൂര്യേതു വിദ്യയാത്രയ്യ ഹവിഷാഗ്നൗ യജേതമാം ആദിത്യേനതു വിപ്രാഗ്രേ ഗോഷ്വംഗ യവസാദിന. സൂര്യേതു വിദ്യയാത്രയ്യ. സൂര്യനിൽ എങ്ങനെയാണ് എന്നെ പൂജിക്കുക? സൂര്യൻ എവിടെയോ ആണ് നിൽക്കുന്നത്. ആ സൂര്യൻ്റെ അടുത്ത് ചെന്ന് എന്തെങ്കിലും സമർപ്പിക്കാനോ കൊടുക്കാനോ പറ്റില്ലല്ലോ.
ക്ഷേത്രത്തിൽ പോയി വഴിപാട് കഴിക്കുന്ന മാതിരി. അപ്പോൾ ആ സൂര്യൻ ഉദിക്കുമ്പോൾ മുടങ്ങാതെ നേരത്തെ എണീക്കുക. ചിലരൊക്കെ 8 മണിക്ക് ആസനത്തിലും കൂടി വെയിലുദിച്ചേ എണീക്കുള്ളൂ. അങ്ങനെ ചില ആൾക്കാരുണ്ട്. അത് പറ്റില്ല, നേരത്തെ എണീക്കണം. നേരത്തെ എണീക്കുക. സൂര്യേതു വിദ്യയാ ത്രയ്യാ വിദ്യയാ, 3 വിദ്യ. എന്താ അത്? ഋക്ക്, യജുസ്, സാമം എന്ന് പറയുന്ന 3 വേദങ്ങളിലുള്ള മന്ത്രങ്ങൾ കൊണ്ട് സൂര്യനെ പൂജിക്കുക. അതൊരു വിദ്യാപൂജയാണ്. ഈ വേദസൂക്തങ്ങളും മന്ത്രങ്ങളും നല്ലോണം ചൊല്ലി പഠിച്ച് ആ വേദസൂക്തങ്ങൾ വഴി സൂര്യനെ ഉപാസിക്കുക. അതാണ് നമ്മുടെ പൂണൂല് ധരിച്ചിട്ടുള്ള ആൾക്കാർ ത്രികാല സന്ധ്യാവന്ദനം എന്നുള്ളതിൽ മാധ്യാനികം എടുത്തു കളഞ്ഞാലും പ്രാതസന്ധ്യാവന്ദനം, സായം സന്ധ്യാവന്ദനം എന്ന് 2 എണ്ണം ഉണ്ട്. അതൊക്കെ വേദമന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടുള്ള സന്ധ്യാവന്ദന, സൂര്യനുള്ള ഒരു ഉപാസനയാണിത്, ആരാധനയാണ്. ഹവിഷാഗ്നൗ യജേതമാം. അപ്പം സൂര്യനെ സംബന്ധിച്ചിടത്തോളം വേദസൂക്തങ്ങൾ പഠിച്ച് ഉരുവിട്ട് ചൊല്ലി ആവർത്തിച്ച് പൂജിക്കുന്നതാണത്. ഇനി അഗ്നിയിലോ നെയ്യും ഹവിസും പച്ചരി വേവിച്ചതുമെല്ലാം കൂടി യജനം ചെയ്യുക, ഹോമിക്കുക. ആതിഥ്യേനതു വിപ്രാഗ്രേ, ബ്രാഹ്മണരെ എന്തു വേണം? അതിഥിയായി വീട്ടിലേക്ക് സത്കരിക്കാൻ വിളിക്കുക. എന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഭക്ഷണം എന്തൊക്കെയാണെന്നുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അവർക്ക് വേണ്ടതുപോലെ കൊടുക്കുക. ഗോഷ്വംഗയവസാദിന, പശു, ആ പശുക്കൾക്കൊക്കെ എന്താ? നല്ല പുല്ലും ആ പശുവിന് ആരോഗ്യമുണ്ടാവാനുള്ള സാധനങ്ങൾ എന്തോ അതും. ഈ വടക്കുനാഥനിൽ പറയുമായിരുന്നു, അവിടെ പശുക്കളെ നിർത്തിയിരിക്കുന്ന സ്ഥലത്ത് ഫാൻ ഇട്ടിട്ടുണ്ടെന്ന്. ഇത് ആനന്ദാശ്രമത്തിലേ ഞാൻ കണ്ടിട്ടുള്ളൂ, അങ്ങനെ ഫാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പശുക്കളെ എന്ന് പറഞ്ഞാൽ പൂജിക്കേണ്ട ഒരു സ്ഥലമാണ്, ഒരു സാധനമാണിത്. നിങ്ങൾക്ക് ബനാറസിൽ പോയാൽ കാണാം കാളകളെ, വൃഷഭനാണല്ലോ, അവിടെ എന്തുമാത്രം കൊഴുപ്പോട് കൂടി നിൽക്കുന്നറിയോ? എല്ലാവരും പഴം കൊടുക്കുന്നതിന്, എപ്പോൾ കണ്ടാലും പഴം കൊടുക്കലാണ്. നല്ലോണം ഇങ്ങനെയാണ് നടക്കുക, അരയന്നത്തിനെ പോലെ അവിടുത്തെ പശുവർഗ്ഗങ്ങൾ. അപ്പോൾ ഗോഷ്വംഗയവസാദിന വൈഷ്ണവേ ബന്ധുസത്കൃത്യ ഹൃദിഖേ ധ്യാനനിഷ്ഠയ വായൗ മുഖ്യധിയാതോയേ ദ്രവ്യൈസ്തോയ പുരസ്കൃതൈ. വൈഷ്ണവേ ബന്ധുസത്കൃത്യ, വിഷ്ണുഭക്തന്മാരുണ്ടല്ലോ, അവരെ വീട്ടിലേക്ക് വിളിക്കുക. ഒരു ദിവസം സുഹൃത്തുക്കളെ വിളിക്കുന്നത് മാതിരി വിളിച്ച്, ബന്ധുക്കളെ വിളിക്കുന്ന മാതിരി വിളിച്ച് അവരോട് കൂടി സല്ലപിക്കുക എന്ന് പറഞ്ഞാൽ അവർ വിഷ്ണു ഭഗവാന്റെ കാര്യങ്ങളും ഭക്തിയൊക്കെ പറയും. നമുക്ക് പറയാനുള്ളത് പറയാം, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഒരു സത്സംഗമൊക്കെ അനുഭവിക്കാം. അങ്ങനെ വൈഷ്ണവേ ബന്ധുസത്കൃത്യ, ബന്ധുക്കളെ വിളിക്കുന്നത് മാതിരി വൈഷ്ണവന്മാരെ വിളിക്കണം. ഹൃദിഖേ ധ്യാനനിഷ്ഠയ, നമ്മുടെ വായു ഉണ്ടല്ലോ, വായു ഹൃദയത്തിൽ, ആകാശത്തിൽ ധ്യാനനിഷ്ഠയ, ധ്യാനം ചെയ്തിട്ടാണ് ഹൃദയത്തിൽ നമ്മൾ. ഹൃദയം ഒരു പൂജാസ്ഥാനമാണ്. പക്ഷേ ഹൃദയത്തിൽ എങ്ങനെ പൂജിക്കും? നമ്മുടെ ഹൃദയം ഉള്ളിലാണ്. ഹൃദയം എന്ന് പറയുമ്പോൾ നിങ്ങൾ ബയോളജിക്കൽ ഹാർട്ട് എന്ന് വിചാരിക്കരുത്. ബയോളജിക്കൽ ഹാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ശരീരത്തിന് മുഴുവൻ രക്തം പമ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ജൈവമായിരിക്കുന്ന യന്ത്രമാണത്. ആ യന്ത്രത്തിനെ അല്ല ഇവിടെ നമ്മൾ ഹൃദയം എന്ന് പറയുന്നത്. എവിടെ നിന്നാണോ ഞാൻ എന്നുള്ള ബോധം ഉദ്ഭവിക്കുന്നത്, അതാണ് ഹൃദയം. ആ ഹൃദയത്തിൽ എത്താനുള്ള വഴി എങ്ങനെയാണ്? ഒന്നും എത്താൻ പറ്റില്ല. അതിനെ കണ്ണടച്ച് ധ്യാനിച്ച് ഞാൻ എന്ന് പറയുന്ന ആ ഉണർവ് എവിടുന്ന് പുറപ്പെടുന്നുവോ അതിനെ അന്വേഷിച്ച് അങ്ങനെ ഉൾ വിരാമം അത് ശീലിച്ചുകൊണ്ടാണ് അവിടെ പൂജിക്കേണ്ടത്. പലതരത്തിലുള്ള പൂജയാണ്. ഹൃദിഖേ ധ്യാനനിഷ്ഠയ വായൗ മുഖ്യധിയാതോയേ. ഇനി വായുവിനെ പൂജിക്കുന്നത് എങ്ങനെയാ? അത് നമ്മുടെ പ്രാണനാണെന്ന് വിചാരിച്ച് പൂജിക്കണം. വൈഷ്ണവേ ബന്ധുസത്കൃത്യ ഹൃദിസ്വേ ധ്യാനനിഷ്ഠയ വായൗ മുഖ്യധിയാതോയേ ദ്രവ്യൈസ്തോയ പുരസ്കൃതൈ. അപ്പോൾ അവനവൻ്റെ ഹൃദയത്തിൽ നിങ്ങൾ വിചാരിക്കും, ഈശ്വരനെ പൂജിക്കാൻ പല സംഗതികളും ഇവിടെ പറഞ്ഞു. സൂര്യനിൽ നിന്ന് തുടങ്ങി അങ്ങനെ പലതും പറഞ്ഞു. ഇപ്പോൾ പറയാണ് അവനവൻ്റെ ഹൃദയത്തിൽ ഈശ്വരനെ പൂജിക്കാം, ആരാധിക്കാം. ഏറ്റവും നല്ല സ്ഥലമാണ്. പക്ഷേ ഹൃദയത്തിൽ പ്രവേശിക്കുന്നത് എങ്ങനെയാണ്? പ്രവേശിക്കാൻ നമുക്ക് പറ്റില്ല, അത് ഉള്ളിലാണ്. അത് ഹൃദയം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്, അത് ജൈവമായിരിക്കുന്ന ഒരു യന്ത്രമാണെന്ന്. ദി ബയോളജിക്കൽ ഹാർട്ട് എന്ന് പറയുന്നത് രക്തം പമ്പ് ചെയ്ത് എല്ലാ സ്ഥലങ്ങളിലേക്കും ശരീരത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷീനാണിത്. നമ്മളിവിടെ ഹൃദയം എന്ന് പറയുന്നത് അതല്ല. എവിടെ നിന്നാണോ ഞാൻ എന്നുള്ള ഉണർവ്, ആ ഉണർവ് പുറപ്പെടുന്നത്, അതാണ് ശരിയായിട്ടുള്ള ഹൃദയം. അതെവിടെയാണെന്ന് ചോദിച്ചാൽ ഡോക്ടർമാർക്ക് പറയാൻ പറ്റുന്നില്ല. ഞങ്ങളൊക്കെ പറയും അതിവിടെ മാറത്ത് ഉള്ളിലാണെന്ന്. അത് മാറത്താണോ തലയിലാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും അവനവൻ്റെ ഹൃദയത്തിൽ ധ്യാനനിഷ്ഠയിലൂടെ വേണം
ഈശ്വരനെ ആരാധിക്കാൻ. എന്നാൽ അവിടെ ഒരു പുഷ്പം നമുക്ക് അർപ്പിക്കാൻ പറ്റില്ല, എന്തെങ്കിലും ഒരു ദ്രവ്യം അവിടെ കടത്തിവിടാൻ പറ്റില്ല. നമ്മുടെ ആലോചനകളും ചിന്തകളും വികാരങ്ങളും ഭാവങ്ങളും ഓർമ്മകളും മറവകളും ഒക്കെ എവിടുന്ന് പുറപ്പെടുന്നുവോ ആ സ്ഥലമാണ് ഹൃദയം. ആ തൻ്റെ ഹൃദയത്തിൽ തന്നെ ധ്യാനം കണ്ണടച്ച് ചിന്തകളൊക്കെ എവിടുന്ന് പുറപ്പെടുന്നു, എവിടെയാണ് നിൽക്കുന്നത്, എവിടെയാണ് അസ്തമിക്കുന്നത് എന്നിങ്ങനെ ആലോചിച്ച് ചിന്താവിരാമം, ആശയ നൈശ്ചല്യം എല്ലാറ്റിൽ നിന്നും വിരമിച്ച് പിന്നോക്കം പോയി ആ ഉത്പത്തി സ്ഥാനത്ത് ചെന്ന് എത്താനുള്ള ഒരു പ്രയത്നമാണ് ധ്യാനം. ആ ധ്യാനത്തെ ഒരു നിഷ്ഠയായി സ്വീകരിച്ച് അവനവൻ്റെ ഹൃദയത്തിൽ ഈശ്വരനെ പൂജിക്കുക. അവിടെ വേറെ ബാഹ്യമായ ഒരു ദ്രവ്യത്തിനും സ്ഥാനമില്ല. വായവും മുഖ്യധിയാതോയെ, വായുവിനെ നമ്മൾ മുഖ്യമായിരിക്കുന്ന പ്രാണനാണെന്ന് വിചാരിച്ചിട്ട് വേണം. ഈ വായു ശ്വസിച്ചിട്ടാണല്ലോ നമ്മുടെ പഞ്ചപ്രാണങ്ങളും പ്രസരിക്കുന്നത്. അപ്പം അത് പ്രാണനാണ് എന്ന് വിചാരിച്ചിട്ട് വേണം. ഇനി വെള്ളത്തിലോ ദ്രവ്യൈഹി തോയ പുരസ്കൃതൈഹി, ഇനി വെള്ളത്തിൽ പൂജിക്കുമ്പോൾ തർപ്പണം നടത്താനായിട്ട് എപ്പോഴും വെള്ളത്തിലാണ് ചെല്ലുക. വെള്ളത്തിൽ ചെന്ന് മുട്ടോളം വരെ താഴ്ന്നിരുന്ന് എള്ളും കുറച്ച് അരിയും എല്ലാം കയ്യിലെടുത്ത് അവിടെ തർപ്പണം ചെയ്യും. അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന എള്ളും അരിയൊക്കെ ഉണ്ടല്ലോ, ഇത് ജലജന്തുക്കൾക്ക് ഭക്ഷണം കഴിക്കാൻ ഉപകരിക്കും. അപ്പോൾ വെള്ളത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക എന്ന് ചിന്തിക്കണം. ആ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ജലജന്തുക്കൾക്ക് ഉപയോഗപ്രദമായി വരും വേണം. ദ്രവ്യൈ സ്തോയ പുരസ്കൃതൈഹി ഖണ്ഡിലേ മന്ത്രഹൃദയൈഹി ഭോഗൈരാത്മാനമാത്മനി ക്ഷേത്രജ്ഞം സർവഭൂതേഷു സമത്വേന യജേതമാം. ഓരോന്നിങ്ങനെ പറഞ്ഞു കൊണ്ടുവന്നു. അവനവൻ്റെ ഹൃദയത്തിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ വായുവിൻ്റെ ആയി, വെള്ളത്തിൻ്റെ ആയി. അവിടുന്ന് അങ്ങോട്ട് വികസിച്ച് പറയുക, സ്ഥണ്ഡിലേ മന്ത്രഹൃദയൈഹി ഭോഗൈരാത്മാനമാത്മനി. നിങ്ങളിതൊക്കെ വളരെ ശ്രദ്ധിച്ച് കേട്ടാലേ വികാസം ഉണ്ടാവുള്ളൂ. ഇത് കേൾക്കുന്നതിലാണ് നമുക്ക് വികാസം വരുന്നത്. ഇത് അധികവും ചെയ്യാനുള്ളതല്ല, കേൾക്കാനുള്ളതാണ്. ഇത് മുഴുവനും നിങ്ങൾ അനുസരിച്ചു എന്ന് വരില്ല. പക്ഷേ ഇത് സംബന്ധിച്ച് കേട്ട് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന മനനവും അറിവുമുണ്ടല്ലോ, അത് മതി നിങ്ങളുടെ മനസ്സിനെ വികസിപ്പിക്കാൻ. സ്ഥണ്ഡിലെ നിലത്തിൽ എന്താ വേണ്ടേ? മന്ത്രഹൃദയൈഹി, രഹസ്യമായിരിക്കുന്ന മന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ നിലത്തിൽ നമ്മൾ പൂജ ചെയ്യുകയാണെങ്കിൽ ചെയ്യാം. അവിടെ വിഗ്രഹമില്ല, ഒന്നുമില്ല. അപ്പോൾ കുറച്ച് ദർഭപ്പുല്ലോ മറ്റോ ഒക്കെ എടുത്ത് ഇങ്ങനെ വരച്ച് അങ്ങനെ വരച്ച് ചില മന്ത്രങ്ങളൊക്കെ ചൊല്ലി ഇങ്ങനെ പ്രോക്ഷിച്ച് അങ്ങനെ വട്ടം തിരിച്ച് അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് അവിടെ പൂജ. ഭോഗൈര ആത്മാനമാത്മനി. ഇനി നമ്മുടെ സ്വന്തം ആത്മാവിൽ എങ്ങനെയാണ് പൂജിക്കുക എന്ന് ചോദിച്ചാൽ, ഭോഗൈഹി ആത്മാനമാത്മനി. തൻ്റെ അന്തരാത്മാവിനെ എങ്ങനെ നാം ഹോമിക്കും? ആ അന്തരാത്മാവിന് വസിക്കാനുള്ള ഒരു നവദ്വാരപുരമാണല്ലോ ഈ ശരീരം. ആ ശരീരം നിലനിൽക്കാനാണല്ലോ ഭക്ഷണം. അതിനു വേണ്ടിയിട്ടാണല്ലോ കാണുന്നതും കേൾക്കുന്നതും ശ്വസിക്കുന്നതും രുചിക്കുന്നതും തൊടുന്നതും ഒക്കെ. ഇത് മുഴുവനും ഈ പഞ്ചപ്രാണങ്ങൾ പ്രസരിച്ചതുകൊണ്ട് പ്രവർത്തിച്ചതുകൊണ്ട് ഉണ്ടാവുന്ന ചലനങ്ങളാണ്. അപ്പം നമ്മുടെ ഇന്ദ്രിയങ്ങളോ വായിക്കോ ഉള്ള സുഖഭോഗ വസ്തുക്കളുണ്ടല്ലോ, ആ വസ്തുക്കളെ നമ്മുടെ ശരീരത്തിന് നാം പ്രദാനം ചെയ്യുന്ന സമയത്ത് അന്തരാത്മാവിനുള്ള ഒരു പൂജയാണ് എന്ന് പറഞ്ഞു വേണം ചെയ്യാൻ. അപ്പോൾ ഒരാൾ ഊണ് കഴിക്കുമ്പോൾ ആ ഊണ് കഴിക്കുന്നത് എന്താ? തൻ്റെ ആത്മാവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞൊരു നിവേദ്യഭാവത്തിൽ വേണം ഊണ് കഴിക്കാൻ. അല്ലാണ്ട് വാരി വലിച്ച് കുറേ വായിലിടല്ല. അതാണ് ഊണ് കഴിക്കുന്നതിന് മുൻപ് ഒരു പരിശേചനം എന്നൊരു ചിട്ട വച്ചിരിക്കുന്നത്. ആ പരിശേചനത്തിൽ പഞ്ചപ്രാണങ്ങൾക്കും പരബ്രഹ്മത്തിനുമാണ് ഭക്ഷണം കൊടുക്കുന്നത്. നമ്മൾ പ്രാണായ ഉദാന അങ്ങനെ ഓരോ 5 പ്രാണൻ്റെ പേരും പറഞ്ഞ് പ്രാണായ സ്വാഹ, അപാനായ സ്വാഹ, ഉദാനായ സ്വാഹ, വ്യാനായ സ്വാഹ, സമാനായ സ്വാഹ, ബ്രഹ്മണേ സ്വാഹ എന്ന് പറഞ്ഞിട്ടാണ് ഭക്ഷണം തന്നെ കഴിക്കുന്നത്. അപ്പം നമ്മുടെ പൂജ എന്ന് പറഞ്ഞാൽ എപ്പോഴും പുറത്ത് നിൽക്കുന്ന ഒരു ഈശ്വരനെ പൂജിക്കുന്ന പൂജയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ആ ഈശ്വരൻ സർവ്വദിക്കിലുമുണ്ട്, ഏതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ ഈശ്വരനാണ് എന്ന് വിചാരിച്ച ആ മനോഭാവത്തോടു കൂടി ചെയ്യൂ. അങ്ങനെ അവസാനം നിങ്ങളുടെ സ്വന്തം അന്തരാത്മാവിനെയും നിങ്ങൾക്ക് പൂജിക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഭോഗങ്ങൾ കൊണ്ട്. എന്തൊക്കെയാണ് നമുക്ക് ഭോഗം? ആഹാരം, കാണാനുള്ള സാധനങ്ങൾ, കാഴ്ചദ്രവ്യങ്ങൾ, കേൾക്കാനുള്ളതുണ്ടെങ്കിൽ അത്, വാസനിക്കാനുള്ളതാണ്. അതാണ് ചന്ദനത്തിൽ കുളത്തി വയ്ക്കുക, സാമ്പ്രാണി കത്തിക്കുക, എന്തെങ്കിലും സുഗന്ധങ്ങൾ ഹോമിക്കുക. വൈകുന്നേരം വീടുകളിലും നമ്മൾ ചെയ്യാറുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് ഇതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇനിയോ ക്ഷേത്രജ്ഞം സർവഭൂതേഷു സമത്വേന യജേതമാം. സർവഭൂതേഷു ക്ഷേത്രജ്ഞം മാം സമത്വേന യജേത. ഇനി പൂജ മുഴുവനാവണത് എപ്പോഴാണ്? എല്ലാ ഭൂതങ്ങളിലും ക്ഷേത്രജ്ഞനായിരിക്കുന്ന എന്നെ പോയി കാര്യങ്ങൾ, അതാത് ദ്രവ്യങ്ങളും സ്ഥലങ്ങളും ഒക്കെ പോയി. സൂര്യൻ സർവ്വവ്യാപി അല്ലല്ലോ.
ജലവും സർവ്വവ്യാപിയല്ലല്ലോ, നമ്മുടെ ഹൃദയവും സർവ്വവ്യാപിയല്ലല്ലോ, വെള്ളവുമല്ല. ഭഗവാനോ സർവ്വവ്യാപിയ. അപ്പം സർവ്വവ്യാപിയായിരിക്കുന്ന ഭഗവാനെ എങ്ങനെ പൂജിക്കും? എങ്ങനെ പൂജിക്കും? പ്രേക്ഷകരെ നിങ്ങളൊന്ന് ആലോചിക്കൂ. ബുദ്ധിയില്ലേ, തലച്ചോറില്ലേ, ഒന്ന് ആലോചിക്കൂ. സർവ്വവ്യാപിയായിരിക്കുന്ന സർവഭൂതേഷു ക്ഷേത്രജ്ഞം, എല്ലാ ഭൂതങ്ങളിലും ക്ഷേത്രജ്ഞനായിട്ടുള്ള എന്നെ എങ്ങനെ പൂജിക്കണം? സമത്വേന യജേതമാം, ഞാൻ സമായിട്ട് എല്ലാറ്റിലുമുണ്ട് എന്നിങ്ങനെ. എൻ്റെ ഈശ്വരൻ എല്ലായിടത്തുമുണ്ട്, എല്ലായിടത്തുമുണ്ട്. പഞ്ചഭൂതങ്ങളിലുണ്ട്, സ്ഥാവര ജംഗമങ്ങളിലുണ്ട്, അണുവിലുണ്ട്, ബൃഹത്തിലുണ്ട്. അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാസ്യ ജന്തോർ നിഹിതം ഗുഹായാം. അണുവിനേക്കാൾ സൂക്ഷ്മമാണ്, ബൃഹത്തിനേക്കാൾ ബൃഹത്താണ്. അങ്ങനെ എല്ലായിടത്തുമുള്ള ക്ഷേത്രജ്ഞൻ അദ്ദേഹത്തെ സർവഭൂതങ്ങളിലും സമത്വബുദ്ധിയോടുകൂടി യജിക്കുകയാണ്. അവിടെ ബുദ്ധി മാത്രമേ യജനമുള്ളൂ, അവിടെ ദ്രവ്യമൊന്നുമില്ല. നമ്മുടെ ഹൃദയത്തിൽ പൂജിക്കാനുള്ള വഴി ധ്യാനനിഷ്ഠയാന്ന് പറഞ്ഞു. ഇവിടെയോ സമദർശനമാണ് വഴി. ഒന്ന് ദർശനം, പിന്നെ ഒന്ന് ധ്യാനം. ധ്യാനം എന്ന് പറയുമ്പോഴോ ഉള്ളിലേക്കുള്ള വലിവ്, ദർശനം എന്ന് പറയുമ്പോഴോ പുറത്തേക്കുള്ള വിസ്താരം, വികാസം. രണ്ടിനും തമ്മിൽ വ്യത്യാസം മനസ്സിലായോ? ഈ ക്ഷേത്രജ്ഞം ക്ഷേത്രജ്ഞം എന്നതിനെപ്പറ്റി ഗീതയിൽ കൃഷ്ണൻ പറയുന്നുണ്ട് വളരെ പ്രധാനമായിട്ട്. എന്താ പറയണത്? ക്ഷേത്രജ്ഞം ചാഭിമാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. എന്തൊക്കെയാ? എല്ലാ ക്ഷേത്രങ്ങളിലും ഒറ്റ ക്ഷേത്രജ്ഞനേ ഉള്ളൂ, അതാണ് ഞാൻ എന്ന് മനസ്സിലാക്കിക്കോളൂ അർജുന. എന്തൊക്കെയാ ഈ ക്ഷേത്രം? നിങ്ങൾ വിചാരിക്കും ഒരു ശരീരം മാത്രമാണെന്ന്. അല്ല അല്ല അല്ല. പിന്നെ എന്തൊക്കെയാ? മഹാഭൂതാന്യഹങ്കാരോ ബുദ്ധിരവ്യക്തമേവ ച ഇന്ദ്രിയാണി ദശൈകം ച പഞ്ചചേന്ദ്രിയഗോചരാഃ ഇച്ഛാദ്വേഷസുഖം ദുഃഖം സംഘാതശ്ചേതനാധൃതിഃ ഏതക്ഷേത്രം സമാസേന സവികാരം ഉദാഹൃതം.